സ്വാഗതം അറിയിക്കുന്നു. അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ അംഗങ്ങൾക്കും, ഇതിലേക്ക് വന്ന എല്ലാ അംഗങ്ങൾക്കും ഞാൻ സ്വാഗതം അറിയിക്കുന്നു. നമ്മളെല്ലാവരും ഈ സ്പീക്ക് വിത്ത് കോൺഫിഡൻസ് എന്ന ഗ്രൂപ്പിലേക്ക് എത്തിയത് എന്തിനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളിലെ കഴിവിന്, അതായത് ഒരു ട്രെയിനിങ് സെക്ഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് സംസാരിക്കാനാണെങ്കിലും നമുക്ക് ഇംപ്രൂവ്മെന്റ് വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഈ ഒരു ഗ്രൂപ്പിലേക്ക് ശ്രീ സാർ നമ്മളെല്ലാവരെയും കൊണ്ടുവന്നതും. നമ്മൾ ഓരോ ദിവസം 21 ദിവസത്തെ ഒരു ചലഞ്ച് നമ്മൾക്ക് തന്ന് നമ്മൾ ഭംഗിയായിട്ട് ഇതുവരെ എല്ലാവരും പൂർത്തീകരിച്ചു. അതിന്റെ ഒരു 21 ദിവസത്തെ ചലഞ്ചിന്റെ ഒരു എൻഡാണ് ഇന്ന് നടക്കുന്നത്. അപ്പൊ അതിനോടനുബന്ധിച്ച് ഇന്നത്തെ ഒരു ഹാപ്പിയസ്റ്റ് മൂമെന്റ് നമുക്ക് പറയാനുള്ള ഒരു അവസരമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് അപ്പൊ അതിനുള്ളൊരു അവസരമാണ് നമുക്ക് ഇന്ന് നമുക്കൊരു എല്ലാവർക്കും അതിനൊരു ഫീഡ്ബാക്ക്, ഇന്നത്തെ ഒരു ഹാപ്പിയസ്റ്റ് മൊമെന്റ്സിന്റെ ഫീഡ്ബാക്ക് നമുക്ക് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ്. അപ്പൊ അത് പറയുന്നതിനായിട്ട് ഞാൻ അതിന്റെ ഒരു വെൽക്കം പറയുന്നതിനായിട്ട് ജിഷ മാമിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ജിഷ മാം പെട്ടെന്ന് എന്തോ ഒരു ആവശ്യത്തിന് എഴുന്നേറ്റിട്ടുണ്ട്. അവരെ വിളിച്ചു, ഞാൻ മ്യൂട്ടാക്കിയത്, സൗണ്ട് ഇങ്ങോട്ട് വരണ്ടെന്ന് കരുതിയിട്ട്. അപ്പോ നജില മാഡത്തിന് ഏറ്റവും സ്നേഹമുള്ള, ഏറ്റവും ദേഷ്യമുള്ള ഒരാൾക്ക് അടുത്ത് കൊടുത്തേ. നജിയ മാമിനെ ഞാൻ വെൽക്കം ചെയ്യുന്നു. ആ പാവം ഈടെ അടുത്ത് വന്നിട്ടേ ഉള്ളൂ, വല്ല കാര്യമുണ്ടോ? ഓക്കെ, താങ്ക് യു നജില. ഓക്കെ, എന്താണ് ഇത്ര ദേഷ്യം എന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. ഇന്നത്തെ സ്പീക്ക് വിത്ത് കോൺഫിഡൻസിന്റെ ഈ ഒരു നല്ല നിമിഷങ്ങളിൽ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും ഞാൻ ഈ ഗ്രൂപ്പിലേക്ക് അപ്രതീക്ഷിതമായിട്ട് വന്നതാണ്. ശ്രീ സാറ്, അമ്പിളി മാം, ഉസ്മാൻ സാറ്, പിന്നെ ഈ ഹാപ്പി മൊമെന്റ്സ് പങ്കുവെക്കുന്ന ഓരോരുത്തരെയും പരിചയപ്പെട്ടു വരുന്നതേ ഉള്ളൂ. എങ്കിലും ഇങ്ങനെ ഒരു അവസരം ഞങ്ങൾക്ക് ഒരുക്കി തന്ന ശ്രീ സാറിനെ ആദ്യമായി ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പ്രോഗ്രാം മനോഹരമായി കോർഡിനേറ്റ് ചെയ്യുന്ന അമ്പിളി മാമിനെയും ഉസ്മാൻ സാറിനെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മളുടെ സന്തോഷങ്ങളെക്കാൾ ഉപരി ഇവിടെയുള്ള ഓരോരുത്തരുടെയും സന്തോഷങ്ങൾ നമ്മുടെ കൂടി സന്തോഷങ്ങളാവുകയാണ്. അപ്പോ അങ്ങനെ അതുപോലെ തന്നെ നമ്മൾ പങ്കുവെക്കുന്ന ഓരോ കാര്യത്തിലും നമ്മളെ ലൈക്ക് ചെയ്തു സപ്പോർട്ട് ചെയ്യുന്ന ഈ ഗ്രൂപ്പിലെ ഏറ്റവും പ്രിയപ്പെട്ട എല്ലാ അംഗങ്ങളെയും ഈ ഒരു ഫ്ലോറിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, ശേഷം ആര് കൊടുക്കണം? താങ്ക് യു നജിയ മാം. ഓക്കെ, ഇന്നത്തെ സെഷൻ ശ്രീ സാറിനല്ലേ? അല്ല, വെൽക്കം പറഞ്ഞിട്ട് ഓക്കെ ഓക്കെ ചെയർമാൻ കൊടുത്തോളൂ. ഓക്കെ, ഈ പ്രോഗ്രാമിന്റെ മറ്റു കാര്യങ്ങൾ സംസാരിക്കുന്നതിനായി നജില മാമിന് കൈമാറുന്നു. താങ്ക് യു. അടുത്തതായി ഞാനത് ശ്രീ സാറിന് കൈമാറുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. നജില മാം നല്ല ചൂടുള്ള സമയത്ത്, ചൂടുകാലത്ത് ഒരു കോട്ടൊക്കെ ഇട്ട് അഴിച്ച് പിടിച്ചൊരു ഫീലിംഗ് ഉണ്ടല്ലോ. നല്ല ചൂടാണ്, കോട്ടും കൂടി ഇട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ആ കോട്ട് അഴിച്ച് ഹാങ്ങറിൽ ഹാങ് ചെയ്ത ഒരു ഫീലിംഗ് ആണ്. ഓക്കെ, വെരി ഗുഡ് നജില മാം. ഓക്കെ, ഇതൊക്കെ ലേണിംഗിന്റെ ഭാഗം തന്നെ. നമ്മളിങ്ങനെ തന്നെ പഠിക്കുക കേട്ടോ, അല്ലാതെ നമ്മളിങ്ങനെ മാറി നിന്ന് കഴിഞ്ഞാൽ ഒന്നും ആവില്ല. ഇന്നിപ്പോ ഈ ഒരു സെഷൻ ഇത് ഒരു പാർട്ട് പറയുന്ന ആ ഒരു അവസരം വരെ രണ്ടാളിനെയും മനസ്സിലാകാൻ നജില മാഡത്തിന് പ്രത്യേകിച്ച് മനസ്സിൽ വലിയ പ്രശ്നമായിരിക്കും. അതല്ല, അത് വളരെ വളരെ സരസമായിട്ട് വന്നത്, പിന്നീട് സീരിയസ് ആയി മുഖമൊക്കെ ഇങ്ങനെ കയറി പിടിച്ചു, മൊത്തം സീരിയസിലേക്ക് കിടന്നത്. സീരിയസ് ഒന്നും ആവണ്ട, വളരെ കാം ആൻഡ് ക്വയറ്റ്, വളരെ കൂളായിട്ട് തന്നെ പോയാൽ മതി. അതാണ് ഏറ്റവും ബെറ്റർ. അപ്പൊ ആ ലെവലിൽ തന്നെ നമുക്ക് പോവാം. പിന്നെ നമ്മൾ ഇനി മൊത്തത്തിലൊരു എല്ലാവരും കൂടി പറയുന്നത്, നമുക്ക് അടുത്തതിൽ ഇനി ഒന്നും കൂടി നമ്മൾ ഇമ്പ്രൂവ് ആക്കണം. ഇപ്പൊ നമ്മൾ വളരെ യാദൃശ്യമായിട്ട് തന്നാണ്. ഇപ്പൊ ഈ ഫ്ലോറിൽ നമ്മൾ ഗ്രൂപ്പിൽ കാണുന്ന ആളുകൾ മാത്രമേ, പബ്ലിക് ആരുമില്ല. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളവർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് പബ്ലിക്കിന് ഇതിൽ കയറ്റാത്തത്. ഈ നമ്മൾ മെസ്സേജ് കൊണ്ട് അപ്പുറം കോഫി ഡോക്കിൽ ഇട്ട് കഴിഞ്ഞാൽ പടപടാച്ചെല്ലാം ചാടി വരും. അവിടെ പലരും അറിഞ്ഞിട്ട് പോലും ഇല്ല ഇവിടെ എന്താ നടക്കുന്നത് എന്നുള്ളത്.
ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് അങ്ങോട്ട് കൊടുക്കാത്തത്. അപ്പൊ ഇവിടെ ഇപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ആ രീതിയിൽ തന്നെ നമ്മളിനി പോകുന്നുണ്ടാവാം. പുറത്തുനിന്ന് ഈ ഗ്രൂപ്പിലേക്ക് വേറെ ആരെയും ഇനി അഡ്മിറ്റ് ചെയ്യില്ല, നമ്മളുള്ളവർ വെച്ച് പോകാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എല്ലാവരും തമ്മിലൊരു റാപ്പ് ബിൽഡ് ചെയ്ത് ഒരു കുറച്ചും കൂടി കണക്ഷൻസ് ഉണ്ടാവുമ്പോൾ ഈസി ആയിരിക്കും. റൈറ്റ്. നീതു മാം, ഇതിൽ പുതിയത് വന്നതാരൊക്കെ പുതിയതായിട്ട് കഴിഞ്ഞതിൽ? നീതു മാം, ഓക്കെ. പിന്നെ നജിയ, ഇല്ല, അതിനു മുമ്പ് നജിയ മാം വന്ന അല്ലേ? അതിനു മുമ്പ് വന്ന അതെ. കഴിഞ്ഞ മുന്നിലെ കഴിഞ്ഞാല് സെൽഫ് ഇൻട്രോ ചെയ്തിരുന്നു കഴിഞ്ഞ ചെയ്തിരുന്നു പ്രാവശ്യം. ഓക്കെ ഓക്കെ, റൈറ്റ്. പിന്നെ ആരാ പുതുവെന്ന്? പരമേശ്വരൻ സാറ് അല്ല, നിഷാദ് എന്ന് പറയുന്ന ആളാണ് വന്നിട്ടുള്ളത്. അവര് സെൽഫ് ജോയിൻ ഇൻട്രോ ചെയ്തിട്ടില്ല. വായിക്കൊന്നും വേണ്ടല്ലോ, ആളെ നോക്കണം വേണ്ടല്ലോ. അല്ല, വേണ്ട എല്ലാരും വേണ്ട. വേണ്ട. yes. അപ്പൊ അങ്ങനെയാണെങ്കിൽ പരമേശ്വരൻ സാറ് കഴിഞ്ഞ സെഷൻ ഉണ്ടായിരുന്നോ? കഴിഞ്ഞ ആഴ്ച? ഈ പുതിയതായിട്ട് വന്നതാ, ഞാൻ കഴിഞ്ഞ സെഷൻ ഇല്ല. ഓക്കെ സാറേ, സാറൊന്ന് സെൽഫ് ഇൻട്രോ ചെയ്തോളൂ. ഇതിനകത്ത് കൂടി ചേരുന്നല്ലോ, അതുപോലെ അല്ലേ? ഇപ്പൊ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഇപ്പൊ നമ്മൾ ലൈവായിട്ട് ശരി നമ്മൾ 10 പ്രാവശ്യം റീടേക്ക് എടുത്തല്ലേ പോസ്റ്റ് ചെയ്യുന്നത്. ഇത് ലൈവായിട്ട് ഇട്ടോളാം. ശരി. എൻ്റെ പേര് പരമേശ്വരൻ. ഞാൻ തൃപ്പൂണിത്തുറയിൽ നിന്നാണ്, പക്ഷെ ഇന്നിപ്പോ ചെന്നൈയിൽ നിന്നാണ് സംസാരിക്കുന്നത്. റിട്ടയർഡ് ബാങ്കറാണ്, ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്തതാണ്. എന്നിട്ട് പിന്നെ ഈ ഇതുപോലത്തെ ഉള്ള സൈക്കോളജി, പിന്നെ അനുബന്ധമായിട്ടുള്ള കുറേ ക്ലാസ്സുകളിലൊക്കെ ചേർന്നിട്ടുണ്ട്. സജിത് സാറിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് നമ്മുടെ ഫ്ലൈ ഹൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസ്സിലാണ്. അപ്പോൾ എനിക്ക് വല്ലാണ്ട് ഇഷ്ടമായിപ്പോയി, അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ചേർന്നത്. ഇപ്പോൾ ഇവിടെ ഉള്ള എല്ലാവരെയും ഇഷ്ടമായി. അപ്പോൾ ഇനി ഇതിൽ നിന്ന് പോകാൻ ഇഷ്ടമില്ല. പിന്നെ എൻ്റെ വൈഫും ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്തതാണ്. മക്കളൊക്കെ അവരവരുടെ ഇതിൽ സെറ്റിലായി ഇരിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു പരമേശ്വർ സാർ, താങ്ക് യു. ഫ്ലൈ ഹൈയിൽ ഉണ്ടാക്കിയ ആ ഒരു മാനസികമായിട്ടുള്ള അടുപ്പം തന്നെയാണ് ഇന്ന് ഈ ഫ്ലോറിൽ വരെ ഈ നിമിഷം വരെ എത്തി നിൽക്കുന്നത്. താങ്ക് യു പരമേശ്വർ സാർ, താങ്ക് യു സോ മച്ച്. പിന്നെ നീതു മാം സെൽഫ് ഇൻട്രോ പറഞ്ഞാൽ നന്നായിരിക്കും. എൻ്റെ പേര് നീതു ദീപക്. ഞാൻ ഇടുക്കി അടിമാലി ആണ് സ്ഥലം. ടീച്ചറാണ്. ഇവിടെ അടുത്തൊരു കോളേജിൽ വർക്ക് ചെയ്യുന്നു. വീട്ടിലെ മോന് ഹസ്ബൻഡും ടീച്ചറാണ്. ഹയർ സെക്കൻഡറി വർക്ക് ചെയ്യുന്നു. മോൻ 2ാം ക്ലാസ്സിൽ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ട്രെയിനിങ് സെഷനിലേക്കൊക്കെ എത്തുന്നത്. പോസിറ്റീവ് കമ്മ്യൂണിലാണ് തുടക്കം. പിന്നെ ശ്രീ സാറിന് ഞാനൊരു പ്രോഗ്രാമിൽ നമ്മുടെ പോസിറ്റീവ് കമ്മ്യൂണിറ്റി ഒരു ജഡ്ജായിരുന്നു സാറ്. എറണാകുളത്തെ പ്രോഗ്രാം ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അന്നാണ് സാറിനെ കണ്ടത്. എനിക്ക് വേറെ ആരെയും അങ്ങനെ പരിചയമില്ല. പിന്നെ കോഫി ടോക്കിൽ ഇപ്പോൾ 2 പ്രാവശ്യം 2 ക്ലാസ്സുകൾ എടുത്തു. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ മോർണിംഗ് സെഷൻ ക്ലാസ്സുകളിലൊക്കെ കയറാറുണ്ട്. ഇതൊക്കെയാണ്. ടീച്ചറാണ്. ഇവിടെ മാർ ബസിലിയസ് കോളേജ് അടിമാലി. സബ്ജക്ട് ഏതാ? കൊമേഴ്സ് ആണ്. കൊമേഴ്സ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ? പുതുതായിട്ട് വന്നാരില്ലല്ലോ. ഓക്കെ, റൈറ്റ്. അപ്പൊ നമുക്ക് 2 പേരെ, ഈ 2 പേർക്ക് മറ്റുള്ളവരെ ഇപ്പൊ എല്ലാവരും പരിചയപ്പെട്ട് കാണും. തിരിച്ച് ഇങ്ങോട്ട് മൊത്തത്തിൽ സമയം കളയണ്ടെന്ന് കരുതി, കാരണം ഒരു ആവർത്തന വിരസത വരണ്ടെന്ന് കരുതിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ സെഷനിൽ എല്ലാവരും ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, ഓരോ സമയം ഉണ്ടല്ലോ പരമേശ്വർ സാറെ എത്തിച്ചേരാൻ. ആ സമയം ഇപ്പോഴാണെന്ന് കരുതാം. അപ്പൊ ഞാൻ ഈ പ്രൊഫഷൻ ചോദിച്ചത് കാരണം നമ്മളിതിൽ എല്ലാവരും പല വ്യത്യസ്ത മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണ്. ബാങ്കിങ് സംവിധാനത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ പരമേശ്വരൻ സാറെ വിളിച്ചു ചോദിക്കാം. ഇപ്പോൾ കൊമേഴ്സിൽ ഇപ്പോൾ പിള്ളേർക്ക് വല്ല ഒരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്, അങ്ങനെ എന്തെങ്കിലും. ഇപ്പോൾ നിയാസ് സാറ് അധ്യാപകനാണ്. അപ്പോൾ എന്തെങ്കിലും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പരസ്പര പൂരകങ്ങളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരുപാട് അധ്യാപകരുണ്ടതിൽ എല്ലാവരും ശ്രീജാമ മാത്സിന്റെ ഉസ്താദാണ്. അങ്ങനെ വ്യത്യസ്ത മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് കണക്ട് ചെയ്ത് പോവാം എല്ലാവരും തമ്മിൽ. അങ്ങനെ ഒരു നല്ലൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം, ഒരു പരിചയപ്പെടൽ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നാളെ രാവിലെ നമ്മൾ ഓൾറെഡി ഉള്ള സെഷൻ ഉണ്ടായിരിക്കും. കഴിഞ്ഞ നമ്മുടെ സെഷനിൽ ഓൾറെഡി ഞാൻ ലൈവ് ഇട്ടിരുന്ന സെഷൻ, മീൻസ് നമ്മുടെ കോഫി ടോക്കിൽ സെഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കോഫി ടോക്കിലൊരു സെഷനിൽ ഞാൻ നമ്മൾ നിർത്തിയത് ഇവിടെ ആയിരുന്നേ. ഇനി കോഫി ടോക്കിലൊരു സെഷനിൽ തുടങ്ങുന്നത് നമ്മളെ ഇവിടുന്ന് ഉള്ള ആരെങ്കിലും ആയിരിക്കണം തുടങ്ങുന്നത്. നമ്മളതിൽ ആധിപത്യം ഉറപ്പിക്കുന്ന ചുരുക്കം, വേറൊരാൾക്ക് വിട്ടുകൊടുക്കാൻ പാടില്ല. നജിലമേ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ ചാടി എടുത്തുകൊള്ളാം.
മറ്റുള്ളവർക്ക് നമ്മൾ അനുവദിക്കരുത്. നമ്മുടെ ഈ ഗ്യാങ്ങിനായിരിക്കാം അവിടെ ഒരു മേൽക്കോയ്മ. നമ്മൾ കഴിഞ്ഞിട്ട് മതി ബിന്ദുമേം അവിടെ വേറൊരാളും. അപ്പൊ ആ രീതിയിൽ എത്തണേ. അപ്പൊ കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഒന്ന് നിർത്തി അവിടെ നിന്ന് തുടങ്ങുന്നുണ്ട് ഞാനേ. നമുക്കൊരു സ്റ്റേജിൽ ഫിയർ ആണ്. നമുക്ക് എല്ലാവർക്കും ഒരുപാട് ആശയങ്ങളും ഒരുപാട് ഐഡിയകളും ഉണ്ട്. പക്ഷെ പലർക്കും നമ്മളൊരു മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ ഒരു പബ്ലിക് ഒരു ഫിഗറിലേക്ക് വരുമ്പോൾ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പബ്ലിക്കിലേക്ക് വരുമ്പോൾ. അപ്പൊ അത്തരം കാര്യങ്ങൾ നമുക്ക് എങ്ങനെ കൃത്യമായിട്ട് ഓവർകം ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു സെഷന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. അതുകൊണ്ടുണ്ടാവുന്ന വലിയൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പബ്ലിക് ഫിയറിനെ നമുക്ക് മറികടക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ലോകത്തുള്ള ഏത് ഫിയർ നമുക്ക് മറികടക്കാന്നാണ് പറയുന്നത്. ലോകത്തുള്ള ഏത് ഫിയറുകൾ നമുക്ക് മറികടക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഞാനിപ്പോൾ ചെയ്യുന്ന 2 കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒന്ന് നിങ്ങൾ സ്ക്രീൻ ഷെയറിങ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലരും 1 മിനിറ്റ് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യട്ടെ എന്ന് പറഞ്ഞു പോകും. അപ്പൊ ഞാനിപ്പോൾ നോക്കിയേ, കണ്ടോ? അപ്പൊ നമുക്കൊരു കണക്ഷൻ പോകും. അപ്പോൾ പ്രത്യേകിച്ച് ഈ സൂം പ്ലാറ്റ്ഫോം ഒക്കെ ആണെങ്കിൽ ഒരുപാട് പരിമിതികളുണ്ട്. പക്ഷെ പരിമിതികളെ നമ്മൾ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ അത് നല്ലൊരു സാധ്യതയാണ് നമുക്ക്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ആ സമയത്ത് നമ്മൾ സംസാരിച്ചുകൊണ്ടേയിരിക്കുക. സംസാരിച്ചുകൊണ്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒട്ടും ടൈം ലാഗ് ആവില്ല. ഒരു ഫ്ലോർ ശരിക്കും തുടങ്ങിക്കഴിഞ്ഞ് അവസാനിക്കുമ്പോൾ നമ്മുടെ സ്പീച്ച് എന്തായാലും തുടങ്ങിക്കഴിഞ്ഞ് അത് അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഷോ കണ്ട് തീരുന്നൊരു എഫക്റ്റ് ഉണ്ടല്ലോ. ഒരു ഷോ കണ്ട് തീരുന്നൊരു എഫക്റ്റ് ആയിരിക്കണം. ആ വിധത്തിൽ വേണം നമുക്ക് എന്ത് ചെയ്യാൻ, മാനേജ് ചെയ്യാൻ. അപ്പോൾ ആളുകൾക്ക് എന്തായിരിക്കും, കുറച്ചും കൂടി താല്പര്യം ചുരുക്കും. അതല്ലെങ്കിൽ 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഒരു സൈഡിലേക്ക് പോകും സ്ക്രീൻ ഷെയറിങ്. അപ്പോൾ ആളുകൾ കണക്ഷൻ വിടും. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് നിയാസ് സാറേ നിർത്തരുതെന്ന് ചുരുക്കം. അത് ലൈവായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ആളുകളുടെ കണക്ഷൻ നമുക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. ഇത് നമ്മൾ കഴിഞ്ഞ സെഷനിൽ വിവരിച്ചായിരുന്നു. ഇത് നമ്മൾ ഓൾറെഡി കോഫി ടോക്കിൽ കൊടുത്ത കാര്യം തന്നെയാണ്. ഇവിടെ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി പ്രാക്ടീസ് ഉള്ള അവസരം കിട്ടും. കോഫി ടോക്കിലാകുമ്പോൾ ആളുകൾ കുറേ ഉള്ള കാരണം നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, റൈറ്റ്. ഇതൊന്ന് ആരാ പറയുന്നത്? സിംറ്റംസ് ഓഫ് സ്റ്റേജ് ഫിയർ. യെസ്, അതൊന്ന് പറഞ്ഞു കൊടുത്തേ ജലീൽ സാറേ. റാപ്പിഡ് ഹാർട്ട് ബീറ്റ്. അതായത് നമ്മള് പടപടാന്ന് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കും എപ്പോ? ഹാർട്ട്. വെറുതെ നമ്മൾ സ്റ്റേജിൽ ഇരിക്കുമ്പോഴോ? കയറുമ്പോൾ നമ്മുടെ ഹാർട്ട് ഇങ്ങനെ പടപടാന്ന് അടിച്ചോണ്ടിരിക്കും. പിന്നെ ട്രംബ്ലിംഗ് നീസ്, ഇങ്ങനെ കാൽമുട്ട് ഇങ്ങനെ വിറയൽ വരും നമുക്ക്. പിന്നെ ക്യുവറിംഗ് വോയിസ് നമുക്ക് എന്താ പറയാ, ഒരു വിറയൽ വരും. ഫ്ലട്ടറിംഗ് സ്റ്റൊമാക്, വയറ്റിൽ എന്തെല്ലോ ഒരു കാളിച്ച് വരും നമുക്ക് സ്റ്റേജിൽ മേൽ കയറുമ്പോൾ. പിന്നെ ബ്ലറിംഗ് ഓഫ് ഐസ്, കണ്ണെല്ലാം എന്തെല്ലോ മൂടിയ പോലെയാവും. ഇതൊക്കെയാണ് സ്റ്റേജിൽ മേൽ കയറുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന സിംറ്റംസ്. പിന്നെ സ്വെറ്റിങ്, നമ്മൾ ആകെ വിയർക്കും. പിന്നെ ഡ്രൈയിങ് ഓഫ് മൗത്ത്, വായ കംപ്ലീറ്റ് വരൾച്ച വരും. ഓക്കെ, ഇതൊക്കെയാണ് സ്റ്റേജ് മേൽ കയറുമ്പോൾ സാധാരണ നമുക്ക് കണ്ടുവരുന്ന സിംറ്റംസ്. ഓക്കെ, വെരി ഗുഡ്, എക്സലന്റ്, അടിപൊളി, വെരി ഗുഡ്. ഇനി ഇത് വേറെ രീതിയിൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? വേറെ ശൈലിയിൽ ആരാ പറയുന്നു? ഇതിലെല്ലാവരും പ്രാപ്തരായ ആളുകളാട്ടോ, ഞാൻ പേര് വിളിക്കാൻ കാത്ത് കണ്ടോ സ്വയം. ഇത് വേറൊരു ശൈലിയിൽ, നമുക്ക് വേറൊരു രീതിയിൽ വേറൊരു ശൈലി പറയാൻ പറ്റുന്നത് എന്താണോ? നമ്മള് ഒരു സ്റ്റേജില് കുറെ ആളുകളെ അഭിമുഖീകരിക്കുമ്പോൾ നമുക്ക് നമ്മൾ ശരിക്കും അതിൽ കോൺഫിഡൻസ് അല്ലെങ്കിൽ നമുക്ക് ആദ്യമായിട്ടൊരു സ്റ്റേജിനൊക്കെ അഭിമുഖീകരിക്കാൻ പോകുമ്പോൾ നമ്മുടെ ഹൃദയമിടിപ്പ് പെട്ടെന്ന് കൂടി നമ്മളിങ്ങനെ ഹാർട്ട് ബീറ്റ് നമ്മൾ തന്നെ പടപടാന്ന് അടിക്കുന്ന കേൾക്കുന്ന പോലെ നമുക്ക് തോന്നും. അതുപോലെ തന്നെ നമ്മൾ സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ കാൽമുട്ടുകൾ വിറയ്ക്കുന്നതായിട്ട് അനുഭവപ്പെടുക, കൂടുന്ന. അതോടൊപ്പം തന്നെ 1-2 വാക്കുകളൊക്കെ പറയുമ്പോൾ വാക്കുകൾ തൊണ്ടയിൽ തടയുന്ന പോലത്തെ ഒരവസ്ഥ വരിക, വാക്കുകൾ ശരിക്കും പുറത്തേക്ക് വരാതിരിക്കുക എന്ന ഒരു പറയാൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലുണ്ടാകുമെങ്കിലും നമ്മൾ വിചാരിച്ച പോലെ അത് ശബ്ദം നമുക്ക് പുറത്തേക്ക് വന്നുകൊള്ളണമെന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ ഉണ്ടാവാം ഈ സ്റ്റേജ് ഫിയർ കാരണം. മറ്റൊന്ന്, നമ്മുടെ ചിലർക്ക് വയറ്റിന്ന് ഇങ്ങനെ മേലോട്ട് കാളുന്ന പോലെ ടോയ്ലറ്റ് പോകണം തോന്നുന്നവരുണ്ടാവാം. അങ്ങനെയൊക്കെ ഉള്ളൊരു വല്ലാത്തൊരു സിറ്റുവേഷൻ ചിലപ്പം ഉണ്ടാവും. അതുപോലെ തന്നെ
ചുറ്റും ഭയങ്കര ഒരു ഓഡിയൻസ് ഒക്കെ, വലിയ ഓഡിയൻസ് ഒക്കെ ആണെങ്കിൽ സ്റ്റേജിൽ കയറി അവരെ അഭിമുഖീകരിച്ച് നമ്മൾ നോക്കുമ്പോൾ നമ്മളെ കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ ഒന്നും കാണുന്നില്ല, ക്ലിയർ ആകുന്നില്ല, ഒക്കെ വേഗമായി തോന്നുന്ന ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ നമുക്ക് തോന്നാം. അതുപോലെ തന്നെ ഇതെല്ലാം കൂടി വരുമ്പോഴേക്കും നമ്മൾ ആകെ വേർത്ത് കുളിച്ച് തൊണ്ടയൊക്കെ വരണ്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകുന്ന ആ ഒരു സിറ്റുവേഷനാണ് നമുക്ക് സ്റ്റേജ് ഫിയറിൽ പലപ്പോഴും കാണപ്പെടുക. ചിലപ്പം ഇതെല്ലാം ഒന്നിച്ച് അനുഭവപ്പെടുന്നവരുണ്ടാവാം. ചിലപ്പോൾ 1-2 വോയിസ് തൊണ്ടയെ കൊടുക്കുന്ന പോലെ, അല്ലെങ്കിൽ കാലുകൾ ഒരു വിറ വരുന്ന പോലെ, കാലിൽ നിന്ന് തണുപ്പ് കയറുന്ന പോലെ, ഇങ്ങനെയൊക്കെ തോന്നുന്ന ചില സിംറ്റംസ് മാത്രം കാണിക്കുന്ന ആളുകളും ഉണ്ടാവും. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഓ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ അതിന്റെ ടോൺ എന്നൊക്കെ ഒരു മാറ്റം വന്നില്ലേ? ഓക്കെ അല്ലേ? അതായത് നമുക്ക് ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. നീതു മാം വേറെ ഒറ്റ ഒന്നല്ല, തന്നെ നമ്മുടെ മുന്നിലിരിക്കുന്ന ഓഡിയൻസിനെ നമുക്ക് കൃത്യമായി നമ്മുടെ കയ്യിലെത്തിക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഭാഷയിലായാലും നമ്മുടെ ജസ്റ്റേഴ്സ്, പോസ്റ്റേഴ്സ്, അതിലൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് അവരെ കൂടുതൽ നമ്മളേക്ക് ഇൻഫ്ലുവൻസ് ആക്കുന്ന രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. ഒരു പൊതുവേദിയിലേക്ക് കയറുമ്പോൾ ശരീരം കാണിക്കുന്ന കുറച്ച് ലക്ഷണങ്ങളുണ്ട് അല്ലേ? ഈ ഇരിക്കുന്ന നിങ്ങളിൽ ആരുടെയെങ്കിലും ശരീരത്തിൽ ഇത്തരം ലക്ഷണങ്ങൾ കണ്ടിട്ടുണ്ടോ? എൻ്റെ ശരീരത്തിൽ ഇതേ ലക്ഷണങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. എനിക്കുണ്ടായിട്ടുണ്ട് ഫീലിംഗ് കേട്ടോ ഞാൻ പറയുന്നത്. ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ പറയാം. ഇതിപ്പോ ഞാൻ വേറെ ശൈലിയിൽ പറഞ്ഞു തന്നുള്ളൂ. അതായത് നമ്മുടെ ഓഡിയൻസിന് കംപ്ലീറ്റ് തോന്നണം ഈ പ്രശ്നം. യെസ്, ഓഡിയൻസിന് പ്രത്യേകിച്ച് എപ്പോഴും തോന്നണം ഈ പ്രശ്നങ്ങളൊക്കെ എനിക്കുള്ള പ്രശ്നങ്ങളാണ്. ക്ലിയർ ആണല്ലോ? ഓഡിയൻസിന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഓഡിയൻസിന് അവർക്ക് ഫീൽ ചെയ്യണം, ഇതൊക്കെ എൻ്റെ പ്രശ്നങ്ങളാണ്. നീതുമേ ഈ പ്രശ്നമൊക്കെ എൻ്റെതാണ്, അല്ല വിനോദ് സാർ ഈ പ്രശ്നമൊക്കെ വിനോദ് സാർ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ഫീലിംഗ് നമുക്ക് കൊടുക്കാൻ സാധിക്കണം. നമ്മൾ ലെക്ചറിങ് മെത്തേഡിൽ നിന്ന് മാറിയിട്ട് നമുക്ക് കുറച്ച് ക്രിയേറ്റീവായിട്ട് സംസാരിക്കുമ്പോൾ കുറച്ചും കൂടി എന്തായിരിക്കും ഉത്തരങ്ങൾ കിട്ടും. അപ്പൊ ആ രീതിയിൽ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ രണ്ട് ശൈലിയിൽ പറഞ്ഞു. വെരി ഗുഡ്, എക്സലൻസ്. ഓക്കെ, ഇനിയിപ്പോ നമ്മള് ഇതിന് കഴിഞ്ഞ സെഷനിൽ ഇട്ടതാണ്, അപ്പൊ അതുകൊണ്ട് ഞാൻ അതവിടെ കാണിക്കുന്നില്ല. ഒന്ന് സ്ക്രീൻ ഷെയറിംഗ് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. സ്ക്രീൻ ഷെയറിംഗ് കട്ട് ചെയ്യുമ്പോൾ മൗസ് സ്റ്റക്കായി. ഓക്കെ, ഇതൊക്കെ നാച്ചുറലായി സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, റൈറ്റ്. ഓക്കെ, ഇപ്പൊ എന്ത് ചെയ്തു? നമ്മൾ സിംറ്റംസ് കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു. ഇനി നമ്മൾ ഒരു 4 കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. 4 കാര്യങ്ങൾ, ആ 4 കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് വേണം നമ്മുടെ സ്പീച്ച് കൊണ്ടുപോകാൻ. ക്ലിയർ ആണല്ലോ? 4 കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് വേണം നമ്മുടെ സ്പീച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ. ഫസ്റ്റ്, നമ്മൾ ഒരു കാര്യം പ്രസന്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ, ഇപ്പൊ ഈ കാര്യം നമ്മൾ പറയുന്നത് ഒരിക്കലും പബ്ലിക് സ്പീക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും പബ്ലിക്കിൽ പോയിട്ട് സംസാരിക്കുന്നത് മാത്രമല്ല കേട്ടോ. അത് നമ്മൾ പലപ്പോഴും ആയിരിക്കും ഞാൻ പൊളിറ്റീഷ്യൻ അല്ല, എനിക്കെന്താ അതിന്റെ ആവശ്യം, എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ എന്നുള്ളത്. ഒരിക്കലും പബ്ലിക് സ്പീക്കിംഗ് സ്വായത്തമാക്കുന്നതിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര കോൺഫിഡൻറ്റ് ലെവലായിരിക്കും. പ്രത്യേകിച്ച് കുട്ടികളിൽ, എക്സ്പെഷ്യലി ഫോർ പെൺകുട്ടികളൊക്കെ മെയിനായിട്ട് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ച് പറയാനുള്ളൊരു തൻ്റെ ഇടം വരും. ആരടാന്ന് ചോദിച്ചാൽ ഞാനടാന്ന് പറയാനുള്ള തൻ്റെ ഇടം വരും. അത് നമുക്ക് നന്നായിട്ട് കിട്ടും. പിന്നെ കുട്ടികളിലാണെങ്കിൽ കോൺഫിഡൻസ് ലെവൽ നന്നായിട്ട് വരാൻ പറ്റും. അവരെ സ്കൂളുകളിലൊക്കെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നടക്കുകയാണെങ്കിൽ അതിലൊക്കെ അവർക്ക് കയറിയിട്ട് ശരിക്കും പെർഫോം ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ള ആളുകളെയാണ് കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കപ്പെടുക, അല്ലാതെ കൂടുതൽ മാർക്ക് മേടിച്ചവർ മാത്രമല്ല. അപ്പൊ നമ്മൾ പലപ്പോഴും നമ്മൾ സ്കൂൾ കാലഘട്ടത്തേക്ക് നമ്മളൊന്ന് എടുത്തു നോക്കിയേ, ഒരിക്കലും മാർക്ക് മേടിച്ച ആളുകൾ നമ്മൾ മറന്നിട്ടുണ്ടാവും. പക്ഷെ അവിടെ ഒരു പാട്ട് പാടിയ ആളുകൾ, അവിടെ നാടകം അവതരിപ്പിച്ച ഒരാൾ, ഒരു എക്സ്ട്രാ ഒരു ആക്ടിവിറ്റി മീൻസ് സ്കില്ല്. ഇനിയുള്ള ലോകത്തൊക്കെ സ്കില്ലുള്ളവരെ ആവശ്യമുള്ളൂ. സ്കില്ല് വേണം, കഴിവുള്ളവരെ. ആ കഴിവുള്ളവർക്ക് മാത്രമേ ലോകത്ത് നിലനിൽക്കാൻ സാധിക്കൂ. കഴിവില്ലാത്തവർ എന്താ ചെയ്യും? കൃത്യമായിട്ട് അപ്ഡേഷൻ ഇല്ലാത്തവർ, നടത്താത്തവർ ഔട്ടായി പോകും, ഫീൽഡിൽ തന്നെ ഔട്ടായി പോകും. ഏത് ഫീൽഡും ആയിക്കോട്ടെ, അതിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ 4 കാര്യങ്ങളെ പറയുന്നുണ്ട്. 4 കാര്യങ്ങൾ ഉൾപ്പെടുത്തി മനോഹരമായിട്ടുള്ള എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ആ ഒരു ഇന്നത്തെ സ്പീച്ച് നമുക്ക് കൊണ്ടുപോകണം. ഫസ്റ്റ്, ഗുഡ് പോസ്ചർ. അതായത് ഒരു സ്ഥലത്തേക്ക് നമ്മൾ വന്ന് സ്പീക്ക് ചെയ്യാൻ പോകുമ്പോൾ നമ്മളെ പോസ്റ്റേഴ്സ് കൃത്യമായിരിക്കണം. അതായത് നമ്മളെ ശരീരത്തിന്റെ ആ ഒരു ബോഡി ലാംഗ്വേജ് എന്ന് പറയും. അതായത് ഇപ്പൊ നമ്മളൊരു സ്റ്റേജിൽ കയറി സംസാരിക്കാൻ പോവാണ്, ആ സംസാരിക്കാൻ വന്ന് നിൽക്കുന്ന നൃത്തം കണ്ടാൽ പറയണം ആളുകൾ ഗുഡ് ഫീൽ ചെയ്യണം. അതല്ല എങ്കിൽ
ഒരു അഴിഞ്ഞാൻ കൊഴിഞ്ഞാൻ വരവ് കണ്ടാൽ തന്നെ അറിയാം ഒന്ന് കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും. ആളുകൾക്ക് തോന്നൽ വരണം. ആ ഒരു വരവ് കണ്ട് നല്ല ഭയങ്കര കോൺഫിഡൻസ് ആയിട്ടുള്ള ഒരു വരവുണ്ടല്ലോ. ഇപ്പൊ ഞാൻ ഇതിന്ന് വിളിക്കുമ്പോണ്ടല്ലോ, ഇപ്പൊ സിനിമയുടെ വിളിക്കുക, സിനിമയാണ് ഒരു കാര്യത്തിന് വിളിക്കുക, സിനിമയുടെ ഉടനെ ചാടി കയറി പറയാം. അതല്ലെങ്കിൽ അതിപ്പോ സാറേ അങ്ങനെയല്ല, അതിപ്പോ ഞാൻ ചേർന്നാൽ ശരിയാവും, ഞാനിപ്പോ എങ്ങനെ ഇപ്പൊ പറയാന്നുള്ളതായി കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോകും. അതായത് ഗുഡ് പോസ്ചർ ആയിരിക്കണം. ആ ഒരു സ്റ്റേജിൽ മുന്നേ വന്ന് നിന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. വന്ന് നിന്ന് ഉടനെ ഒരിക്കലും സംസാരത്തിലേക്ക് പോകരുത്. വന്ന് നിന്ന് ഉടനെ നമ്മൾ എല്ലാ ഓഡിയൻസിനെ കംപ്ലീറ്റ് നോക്കുക, ഒന്ന് ചിരിക്കുക, ഒന്ന് അവരെ വിഷ് ചെയ്യുക. വിഷ് ചെയ്തതിന് ശേഷം എന്നിട്ട് ഒന്ന് രണ്ട് കൊച്ചു വർത്താനങ്ങൾ പറഞ്ഞതിന് ശേഷം മാത്രം നമ്മള് സബ്ജക്റ്റിലേക്ക് അല്ലെങ്കിൽ കണ്ടന്റിലേക്ക് കടക്കാൻ പാടും. അതല്ലെങ്കിൽ പക്ഷെ നീതു മേഡം ഒരു PT യോഗത്തിലേക്ക് വന്നു, മീറ്റിങ്ങിലേക്ക് വന്ന ഉടനെ തന്നെ PTയിൽ ഒരുപാട് നമുക്ക് ഒരിക്കലും പരിചയമില്ലാത്ത പിള്ളേരുടെ പാരൻസ് ആയിരിക്കും. വന്ന ഉടനെ തന്നെ നമ്മുടെ ഇവിടുത്തെ കോളേജിന്റെ അക്കാദമിക് നിലവാരം ഉയർത്താൻ വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ അജണ്ടയിലുള്ളത്. ഈ അക്കാദമിക് ആയിട്ടുള്ള നിലവാരം ഉയർത്താൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഒറ്റയടിക്ക് തുടങ്ങുന്നതിനേക്കാളും ഉപരി ഉച്ചയ്ക്ക് ശേഷം മിക്കവാറും വെച്ചിട്ടുണ്ടാവുക അല്ലേ. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം, എല്ലാവരും ഭക്ഷണം കഴിച്ചോ? നിങ്ങൾ എല്ലാവരും മുഖത്ത് കാണുമ്പോൾ ഭക്ഷണം കഴിച്ച ഒരു ഫീലിംഗ് എനിക്ക് തോന്നുന്നത് ഞാനും നന്നായിട്ട് കഴിച്ചു കേട്ടോ. ഇന്ന് ചോറും സാമ്പാറുമായിരുന്നു. സാധാരണ ഫിഷ് ഫ്രൈ കണ്ട, പക്ഷെ ഇന്ന് ഫിഷ് ഫ്രൈ ഉണ്ടായില്ല. ഇതൊക്കെ പറയുമ്പോൾ അവർക്ക് ഒരു ഹാർട്ട് ടച്ചിങ് ആയി തോന്നും. ക്ലിയർ ആയില്ലേ? ഒരു ഹാർട്ട് ടച്ചിങ് ആയിട്ട് സംസാരിച്ചതിന് ശേഷം തുടങ്ങിയാൽ മതി. അങ്ങനെ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറഞ്ഞാലും ഇവരെ അഡ്മിറ്റ് ചെയ്തു പോകും. അതല്ലെങ്കിൽ നോക്കിയേ, നമ്മൾ രണ്ടുപേരും രണ്ട് തട്ടിലാവും. ഒരിക്കലും നമുക്ക് അവരെ മാനേജ് ചെയ്യാൻ പറ്റില്ല. ഒരിക്കലും മാനേജ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞാലും അത് ആക്സെപ്റ്റ് ചെയ്യില്ല, നമ്മളെ കയ്യിൽ നിന്ന് പോകും. അപ്പൊ ഒന്ന് വിഷ് ചെയ്ത് നമുക്ക് എന്തെങ്കിലും കണ്ടന്റ് കിട്ടുവിടുന്ന എന്തെങ്കിലും കിട്ടും. ഇപ്പോൾ കുറച്ച് മുന്നത്തെ നമ്മൾ ഇന്നത്തെ സബ്ജക്ട് മൊത്തം പുട്ടായിരുന്നു അല്ലേ, പുട്ടുമ്മ കയറി കളിയായിരുന്നു നമ്മളെല്ലാവരും, പുട്ട് വെച്ച് തകർക്കുകയായിരുന്നു. അപ്പോൾ ആ രീതിയിൽ നമുക്ക് എന്തെങ്കിലും ഒരു കണ്ടന്റ് നമുക്ക് അവിടെ നിന്ന് തന്നെ കിട്ടും. അതിൽ വെച്ച് നമ്മൾ എന്ത് ചെയ്യുക, സംസാരിക്കാൻ പോകും. ലിജി മാം എന്ത് ചെയ്തു, ഈ ഒരു നമ്മുടെ ന്യൂ ഇയർ അല്ല, ഈ ഒരു ജൂൺ ഓപ്പണിംഗ്, സ്കൂൾ ഓപ്പൺ ചെയ്യുന്ന ഈ ഒരു സമയത്ത് സ്കൂൾ കുട്ടികളെ സംബന്ധിച്ച് ആ ഒരു പുതുവർഷമാണ്. സ്കൂൾ തുടങ്ങുന്ന ഒരു വർഷത്തിൽ ഒരു സ്കൂളുകൾ സ്ഥിരമായിട്ട് പ്രോഗ്രാം അവതരിപ്പിക്കുന്ന വീഡിയോ ഞാൻ കണ്ടു. ലിജി മാഡത്തെ വിളിച്ചാണ് സ്കൂളുകൾ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. ലിജി വന്ന ഉടനെ എന്ത് ചെയ്യുക, പുതുവർഷത്തെ കുറിച്ച് അല്ലെങ്കിൽ പുതുവർഷത്തെ മീൻസ് കുട്ടികളുടെ ഈ പുതിയ വർഷത്തെ കുറിച്ച് പറയുമോ? ഇല്ല. എന്തൊക്കെയുണ്ട് കുഞ്ഞുങ്ങളെ വിശേഷം, രണ്ട് പാട്ടൊക്കെ പാടി അവരൊന്ന് സെറ്റ് ആക്കിയിട്ട് എന്നിട്ടേ മാത്രം നമ്മൾ അവരെ ഉപയോഗിക്കാൻ പാടുള്ളൂ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ബിന്ദുമേം ഒരു കുഞ്ഞു കലം വാങ്ങിയിട്ട് ഒറ്റയടിക്ക് നമ്മൾ ചോറും കറിയൊന്നും ഉണ്ടാക്കില്ല. അതൊന്നും മയക്കും, ഒന്ന് പരിവപ്പെടുത്തും. ആ പരിവപ്പെടുത്തി നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ കയ്യിലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഷൈനി മാം പിന്നെന്താണ്, അതിൽ വെച്ച എന്തും വെന്തോളും. അതിൽ എന്ത് നമുക്ക് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതല്ല എങ്കിൽ എന്ത് ചെയ്യുക, നമ്മളെ കയ്യിൽ നിന്ന് പോകും. പ്രത്യേകം ശ്രദ്ധിക്കുക, വന്ന ഉടനെ നിന്ന ഉടനെ നമ്മളെ ഗുഡ് പോസ്ചർ ആയിരിക്കണം. അത് കൃത്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം. ആ വന്ന ലുക്കിൽ തന്നെ ഒരു സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്യണം. നമ്മൾ ഡ്രസ്സിങ് ആയിക്കോട്ടെ, നമ്മളെ മേക്കപ്പ് ആയിക്കോട്ടെ, എന്തായാലും അത്യാവശ്യം കുറച്ച് ഗ്രൂമിംഗ് ഒക്കെ നടത്തിയിട്ട് വേണം കേട്ടോ, അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് പോകും. അത്യാവശ്യം ഒരു ചെറിയ കുഞ്ഞു ഗ്രൂമിംഗ് ഒക്കെ വേണം. അത്യാവശ്യം അണിഞ്ഞൊരുങ്ങിയിട്ടൊക്കെ വേണം പോകാനെന്ന് ചുരുക്കം. എന്ന് വെച്ചാൽ ഓവറല്ല. വളരെ പൊതുവെ പറയപ്പെടുന്നത്, നമുക്ക് ലൈവ് സെഷൻ ആണെങ്കിൽ നമുക്ക് ഒരുപാട് ശരി കാണിക്കായിരുന്നു. ഈ ജെൻസിനെ സംബന്ധിച്ച്, ആണുങ്ങളെ സംബന്ധിച്ച് എപ്പോഴും നല്ലൊരു സ്പീച്ചിന് പോകുമ്പോൾ ലൈറ്റ് കളർ ഷർട്ട്, ഇപ്പൊ നോക്കണ്ട ടീഷർട്ടാണ്, ഇത് നൈറ്റിലെ കോളാണ്. ഇപ്പൊ ടീഷർട്ട് 3/4 ഒക്കെയാണ്, താഴോട്ടില്ലാത്ത കാരണം വലിയ കുഴപ്പമില്ല. ഈ ലൈറ്റ് കളർ ഷർട്ട് ആണെങ്കിൽ ഡാർക്ക് കളർ പാൻറ്, ലൈറ്റ് കളർ ഷർട്ട് ഡാർക്ക് കളർ പാൻറ്. ഇനി ഡാർക്ക് കളർ ഷർട്ട് ആണെങ്കിൽ ലൈറ്റ് കളർ പാൻറ്. അതാണ് ജെൻസിന്റെ ഒരു സ്റ്റാൻഡേർഡ്. ഇത് പ്രൊഫഷണലിസ്റ്റിന് പോകുമ്പോൾ. അതേസമയം ഫംഗ്ഷൻ പോകുമ്പോൾ അതല്ല കേട്ടോ, നമ്മൾ ഫംഗ്ഷൻ പോകുമ്പോൾ എന്ത് കുതിരയിടാം. പക്ഷെ പ്രൊഫഷണലി ഒരു പ്രോഗ്രാമിൽ നമ്മൾ ഗസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പോകുമ്പോൾ നമ്മളെ ഡ്രസ് കോഡ്. ഈ സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിലോ ഓർണമെന്റ്സ് നന്നായിട്ട് ഉപയോഗിക്കും. സാരിയുടെ ലൈറ്റ് കളർ സാരി ഏറ്റവും നല്ലത്. അത്യാവശ്യം ഈ നെയ്യ് പൊരിച്ച സാരി ഒന്നും ഇല്ലായിരിക്കും നല്ലത്. ചൈന സിൽക്കൊക്കെ ഉണ്ടാവില്ല, ഭയങ്കര തിളക്കുള്ളത്, കുറേ ആണ്ട് കൊത്തി വെച്ച പോലുള്ള, അത് കുറച്ച് അരോചകമായിരിക്കും. ഒരു പക്ക ഒരു കോട്ടൺ സാരി ഒക്കെ ആണെങ്കിൽ ആ തരത്തിൽ, ചുരിദാർ ആണെങ്കിൽ ആ ടൈപ്പ്. ഓവറായിട്ടുള്ള വർക്കുള്ളതല്ല. അതായത് കല്യാണത്തിന് സിനിമയും കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ പെണ്ണിനെ കൂട്ടിക്കൊണ്ടുപോകാൻ ഉടുപ്പിച്ച സാധനം വെച്ച് പോരുന്നത് ചുരുക്കം. ഉള്ള ആടയാഭരണങ്ങളുള്ളത് അതൊരു അരോചകമാണ്. പബ്ലിക് ഒരിക്കലും നമ്മൾ വസ്ത്രവിധാനം കേൾക്കാനോ കാണാനോ അല്ല വരുന്നത്. നമ്മൾ എന്ത് കൊടുക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് ഫസ്റ്റ് ഇംപ്രഷന് വേണ്ടി ചെയ്യാം, പക്ഷെ അതിലുപരി എന്ത് ചെയ്യാം, നമുക്ക് കുറച്ചൊരു കാര്യങ്ങൾ ശ്രദ്ധിക്കാം. പിന്നെ നമ്മൾ ബി പ്രിപ്പയർഡ്, രണ്ടാമത്തെ ഒരു പോയിന്റ്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഗുഡ് പോസ്ചർ ആയിരിക്കണം, ബി പ്രിപ്പയർഡ്. അതായത് ആ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ഒന്ന് പ്രിപ്പയർ ചെയ്ത് പോവാം. എന്ത് കാര്യത്തെക്കുറിച്ചായാലും നമ്മൾ സംസാരിക്കുമ്പോൾ ആ കാര്യത്തെക്കുറിച്ച് ഒന്ന് പ്രിപ്പയർ ചെയ്ത് പോവാം.
പക്ഷെ ഷൈനി മാഡത്തെ സംബന്ധിച്ച് സ്കൂളിൽ പുതിയ കുട്ടികൾ വന്നിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ വർഷത്തെ ഇവിടുത്തെ റിസൾട്ട് ഉണ്ട്. അപ്പൊ ഷൈനി മാഡം എന്ത് പറയും? കഴിഞ്ഞ വർഷം ഇവിടെ നിന്നും പാസ്സായി പോയ ഒരുപാട് പേര് പാസ്സായി പോയി എന്ന് പറയുന്നതിലുപരി കഴിഞ്ഞ വർഷത്തെ ഈ ഇവിടുത്തെ അക്കാദമിക് നിലവാരം എന്നുള്ളത് 98.98 അത്രയും ആധികാരികത പറയാം. ആധികാരികത പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ മുന്നിൽ ഡാറ്റ കൃത്യമായിരിക്കട്ടെ. കൃത്യമല്ലാത്ത ഒരു ഡാറ്റ വെച്ചിട്ടാണെങ്കിൽ പറയുമ്പോൾ നമ്മളെ മുന്നിൽ ഓഡിയൻസിൽ വല്ലൊരു വിവരമുള്ളവരുണ്ടാവും, അവരെടുത്ത് അടിക്കും. അപ്പൊ ആ രീതിയിലുള്ള, അതായത് 2026 25-26 വർഷത്തെ ഇവിടുത്തെ അക്കാദമിക് നിലവാരം ഇന്നതായിരുന്നു. കൃത്യമായ ഡാറ്റ കൊടുത്ത് പറയാം. അങ്ങനെ ഡാറ്റ കൊടുത്ത് പറയുമ്പോൾ ഓഡിയൻസിന് കൗതുകം ജനിക്കും. നമ്മൾ കുറച്ചും കണ്ടന്റ് റിച്ചായി സംസാരിക്കും. ബി പ്രിപ്പയർഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പറയുന്ന കാര്യത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു പ്രിപ്പറേഷനിലൂടെ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു കാര്യം, സ്പീക്ക് ക്ലിയർലി. അതായത് നമ്മൾ എന്ത് കാര്യത്തെക്കുറിച്ചാണോ പറയുന്നത് അതിൻ്റെ ഒരു ക്ലാരിറ്റി, ക്ലിയർ വേണം. പ്രത്യേകിച്ച് നമ്മളെ ശബ്ദം, വോയിസ്. കോഴിക്കോട് ചോദിച്ചു, എൻ്റെ കോഴിക്കോട് മയണ്ടോ ചോദിച്ചു. അപ്പൊ കോയ പറഞ്ഞു, ലിജിമേ, കോഴിക്കോടൊക്കെ മയോണ്ട് ഒരു കൊയ്യാണ് എൻ്റെ കോയാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളിപ്പോൾ ഏത് സ്ഥലത്താണെങ്കിലും അവിടുത്തെ പ്രാദേശിക ലാംഗ്വേജ് ഉപയോഗിച്ച് സംസാരിക്കുക, അത് ഭംഗി തന്നെയാണ്. പക്ഷേ ഈ പഴത്തിന് പയം അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതൊരു കുറച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ അറിയാതെ കുറെ കാര്യങ്ങൾ വരും. പലപ്പോഴും പല സ്പീച്ചുകൾ ശ്രദ്ധിച്ചറിയാം, ആ അങ്ങനെ കുറെ കൺജങ്ഷൻസ് ഉപയോഗിക്കും കുറെ ആയിട്ട്. അതിപ്പോ പിന്നെ ഇപ്പൊ എന്താ പറയാ എന്ന് ശ്രദ്ധിച്ചറിയാം. നമ്മൾ തന്നെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഓഡിയോ എടുത്ത് സംസാരിച്ച് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയേ, കുറെ അനാവശ്യമായിട്ടുള്ള കണക്ഷൻ നമ്മൾ കൂട്ടിച്ചേർത്തുണ്ടാവും. അതിപ്പോ എന്താ പറയാ, അപ്പൊ അവിടെ പറയും അതിപ്പോ ഒന്നും അറിയില്ലെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വരണ ചോദിക്കും. അപ്പൊ അങ്ങനത്തെ കുറെ നിങ്ങളിൽ ആവശ്യമില്ലാത്ത നീട്ടല്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് നമ്മൾ സംസാരത്തിൽ. നമുക്ക് എന്താണോ വരുന്നത് നമുക്ക് ശരിക്കും ഒരു റെക്കോർഡ് ചെയ്ത് കേട്ടാൽ നമുക്ക് മനസ്സിലാവും. അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാം. അതോടൊപ്പം തന്നെ സക്സസ് വിഷ്വലൈസ് ചെയ്യാം. അതായത് ഞാൻ ഇന്ന് ഇവിടെ നിന്ന് ഈ ഫ്ലോറിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ആളുകൾ കൈയടിക്കുന്നു, ആളുകൾ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതും തമ്മിൽ എന്ത് ചെയ്യാം, നമ്മൾ സക്സസ് വിഷ്വലൈസേഷൻ എന്ന് പറയും. അത് ശരിക്കും നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയ ടൂളാണ്. നമ്മളെന്താ പറയുക, ഞാൻ പറഞ്ഞാൽ ശരിയല്ലേ, എന്നെ വിളിച്ചാലും ശരിയാവില്ല. ഇപ്പൊ നജില മാഡത്തിന് ഇന്ന് എന്ത് ചെയ്തു, നജില മാഡത്തിന് ഇന്ന് ഞാൻ ഇതൊരു നമ്മളൊരു ഫ്രണ്ട്ലി ടോക്കാണ് പറയുന്നത്. നജില മാഡത്തിന് ഇന്ന് ഞാൻ ചെയർമാൻഷിപ്പ് കൊടുത്തു. മാഡം ഫസ്റ്റ് പറയാണ്, എനിക്കൊന്നും അറിയില്ല സാറേ. ഇത് കേട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ് കഴിയുന്നു പോകും. അറിയില്ലെങ്കിൽ നമ്മൾ പറയരുത്. അറിയില്ല, നജില മാഡത്തിന് അറിയില്ല എന്നുള്ളത് നമുക്ക് രണ്ടാക്കല്ലേ അറിയുള്ളൂ. ഈ ഫ്ലവറിലെ 21 ആൾക്കൊന്നും അറിയില്ല. നമ്മുടെ കുടിക്കുന്നത് കഞ്ഞിയാണെങ്കിലും പുറത്തോട്ട് എന്ത് പറയണമെന്ന് അറിയോ? ഇന്ന് സാൻഡ്വിച്ച് ആയിരുന്നു, ഇന്ന് നൂഡിൽസ് ആയിരുന്നു, ഇന്ന് മന്തി ആയിരുന്നു. ഇവിടെ കഞ്ഞിയും ചമ്മന്തി ആയിരിക്കും. അത് നമുക്കേ അറിയുള്ളൂ. ഇല്ലത്തെ ദാരിദ്ര്യം പബ്ലിക്കിനിടയിൽ പറയരുത്. നമ്മളെ ദാരിദ്ര്യം പുറത്ത് പബ്ലിക്കിൽ അറിയേ ചെയ്യരുത്. ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ, ഇപ്പൊ പറയാണ് ഇന്ന് ഞാൻ ഇല്ല എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ ഓഡിയൻസ് കംപ്ലീറ്റ് ഒന്നും അറിയില്ല അല്ലേ, മനസ്സിലായില്ലേ? അപ്പോൾ ആ രീതിയിൽ ഇനി മേലെ പറയരുത്. ഇനി ഇവിടെ നല്ല ഇത് നമ്മൾ ലേണിങ്ങിന്റെ ഭാഗമാണ്. പുറത്ത് പോയിട്ട് ഞാൻ പറയില്ലട്ടാ എന്നെ വിളിക്കണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് പറഞ്ഞാലും ശരിയാവില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും കാര്യം നമ്മളെ കയ്യിൽ നിന്ന് പോയ കാര്യമാണെങ്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞു നോക്കി പിന്നെ നമ്മൾ എത്ര പറഞ്ഞാലും അത് ഒരിക്കലും നമുക്ക് എന്താവില്ല, ശരിയാവില്ല. അപ്പോൾ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ അറിയണ്ട. നമ്മളെ ദാരിദ്ര്യം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി, വേറെ ഒരാളെയും അറിയിക്കേണ്ടെന്ന് ചുരുക്കം. ഓക്കെ, അപ്പൊ ഈ 4 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. ഇതൊക്കെ നിങ്ങളുടെ സ്പീച്ചിൽ വരാനുള്ള സംഭവം കേട്ടോ. ഗുഡ് പോസ്റ്റർ, അതായത് നിങ്ങൾ സംസാരിക്കുന്ന ഒരു പവർ വേണം. ആ ഒരു പവറിൽ വെച്ചിട്ട് വേണം സംസാരിക്കാൻ. എന്ത് കാര്യത്തെ കുറിച്ച് പറയുമ്പോഴും ഒരു പവർ സ്ട്രെസ് കൊടുത്ത് സംസാരിക്കുക. അല്ല വെറുതെ ഇങ്ങനെ ഒരു സാധാരണ ഒരു കൊളോക്കിയലായിട്ട് സംസാരത്തിലുപരി നമ്മളൊരു പബ്ലിക് സ്പീക്കറായിട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളൊരു ശബ്ദത്തിന്റെ അത് ഞാൻ പിന്നീട് പറയാം. മറ്റേ ഏറ്റക്കുറച്ചിൽ, എവിടെയൊക്കെ ഏറ്റക്കുറച്ചിൽ വേണം എന്നുള്ളത്, എവിടെയൊക്കെ എംബസൈസ് ചെയ്യണം, ഊന്നി പറയണം, എൻഹേഴ്സ് ചെയ്യണം, അതൊക്കെ അത് നമുക്ക് പിന്നീട് പറയാം. അതായത് നല്ല ഫസ്റ്റിൽ വന്നു നിന്നു. ഇപ്പൊ ഉസ്മാൻജിയെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം അവരെന്ത് ചെയ്തു, ഒരു ടൂർ പോയി മലേഷ്യ. നമ്മളെല്ലാവരും കണ്ടതാണല്ലോ. ആ ടൂറിലെ നമ്പർ 1 സ്റ്റാർ ഉസ്മാൻജി ആയിരുന്നു. വേറെ ഒന്നുമല്ല, അദ്ദേഹത്തിന് കിട്ടുന്ന ആ സാധ്യതകൾ എന്ത് ചെയ്തു, അവിടെ അദ്ദേഹം കത്തിച്ചു. അവിടെ കത്തിച്ച് കൃത്യമായിട്ട് തന്നെ കത്തിച്ച് ഡെലിവറി കൊടുത്ത് നന്നായി സംസാരിച്ചു.
അതുകൊണ്ട് എന്തുണ്ടാക്കി നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ സാധിച്ചു. അതേപോലെ നമുക്ക് കിട്ടുന്ന എൻട്രി നമ്മൾ കത്തിക്കുക. ഇപ്പോ ഇന്ന് വെൽക്കം ആരാ പറഞ്ഞ വീഡിയോ? നജിയ മീര. നജിയ. നജിയ മീര വെൽക്കം. ഷെയർ നജില. ഞാനായിരുന്നു സർ. നജിലമേ, നജിയ, നജിലമേ, അതെ അതെ. നമുക്ക് കൺഫ്യൂഷൻ ആവണ്ടല്ലേ? നമുക്ക് ഒരു രണ്ട് പേരിടണ്ട, അല്ല ശരിയാവില്ലല്ലോ. ജബ്ബാർ സത്താർ. ഓക്കെ, ഓണാണല്ലേ? ഓക്കെ, നജിയ മാം ആണ്. നജില മാം ഷെയർ. നജിയ മാം നന്ദി. മാറിപ്പോണ്ട് നമുക്ക്. വെൽക്കം. ഒന്ന് കിട്ടുന്നു മിട്ടുന്നിടല്ലേ? നല്ല നമുക്ക് രണ്ടുപേരും ഒരേപോലെ കാരണം ചെറിയൊരു വ്യത്യാസം ഉണ്ടോ? ഉത്തരവാണ്. അപ്പോ നജിയ മാം ഇനി പറയുമ്പോ എന്ത് പറയുന്നറിയോ? നജിയ മാഡത്തിന് ഇപ്പൊ ഒരു വെൽക്കം സ്പീച്ചോ അല്ലെങ്കിൽ ഒരു വോട്ടോ താങ്ക്സോ അല്ലെങ്കിൽ ഫെലിസിറ്റേഷനോ എന്തും ആയിക്കോട്ടെ വിളിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയർമാൻ എന്ത് ചെയ്യാം? ഒരു നന്ദി പറയാം. താങ്ക് യു ചെയർമാൻ. അത് കേട്ട് കഴിഞ്ഞ ആളുകൾ ഇവളാള് കൊള്ളാലോ, ഇതൊക്കെ എവിടുന്നാ കിട്ടിയത്, ഈ ടൂൾസ് ഒക്കെ എവിടുന്നാ കിട്ടിയത്, ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ എന്നുള്ളത്. താങ്ക് യു. കുറച്ചും കൂടി നമുക്ക് സിറ്റുവേഷനൊക്കെ അനുസരിച്ച് ഇതൊക്കെ സിറ്റുവേഷനിൽ ചെയ്താൽ മതിയെ. പഠിച്ചത് അതേപോലെ ഡെലിവറി ചെയ്യേണ്ട. കുറച്ച് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആളുകളാണ് ഇരിക്കുന്നത്. താങ്ക് യു ചെയർമാൻ ഫോർ ദി പ്രിവിലേജ്. എത്ര സുന്ദരമല്ലേ? താങ്ക് യു ചെയർമാൻ ഫോർ ദി പ്രിവിലേജ്. എനിക്ക് ഈ ഒരു പ്രിവിലേജ് തന്നതിന് താങ്ക് യു ചെയർമാൻ. ഇനി പ്രിവിലേജ് നമ്മൾ വാക്ക് ഉപയോഗിക്കേണ്ട, കാരണം ഓഡിയൻസ് കുറച്ച് ലോ ആണ്. അപ്പൊ അത്ര നമുക്ക് വളരെ ജാട കാണിക്കേണ്ടെന്ന് വിചാരിക്കാൻ നമുക്ക് താങ്ക് യു ചെയർമാൻ അങ്ങനെയും പറയാം. ഫസ്റ്റിൽ തന്നെ ക്ഷണിച്ച ചെയർമാൻ നന്ദി പറയാം. താങ്ക് യു ചെയർമാൻ. കുറച്ചും കൂടി ഞാൻ പറഞ്ഞ പോലെ കുറച്ചും കൂടി ഹൈ ലെവലാണെങ്കിൽ ഫോർ ദി പ്രിവിലേജ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഭംഗിയായിരിക്കും. സിറ്റുവേഷൻ നോക്കിയിട്ട് മാത്രം ചെയ്താൽ മതി, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഓവറായി പോകും. അപ്പോൾ ഇതൊക്കെ സിറ്റുവേഷൻ ഡിപ്പെൻഡ് ചെയ്തിട്ട് ചെയ്യുന്ന കാര്യമാണ്. എന്നിട്ട് എന്ത് പറയാം? വെൽക്കം സ്പീച്ച് പറഞ്ഞതിനെക്കാട്ടും മുന്നേ രണ്ട് വാക്ക് ഉപയോഗിക്കാൻ പാടും ഇതിന് മൊത്തത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട്. അതായത് ഇതിപ്പോൾ നമ്മളിവിടെ കൂടിയിരിക്കുന്ന നജിലമ സൂചിപ്പിച്ച പോലെ, അപ്പൊ നജിലമ ഒന്നും കൂടി ഇരുന്നോർത്ത് പൊങ്ങും. ഇതൊക്കെ ഇതിന്റെ പുറകിൽ നടക്കുന്ന കാര്യങ്ങളാണ് ശ്രീജ മാം. നജിലമ സൂചിപ്പിച്ച പോലെ നമുക്ക് എല്ലാവർക്കും അറിയുള്ളൂ നമ്മൾ എന്താണ് ഇവിടെ കൂടിയിരിക്കുന്നത്. നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെ ഒന്നും കൂടി പുനരുജ്ജീവിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെല്ലാം ഇരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഇന്നാളെ സൂചിപ്പിച്ച പോലെ എന്ന് പറയുമ്പോൾ അയാൾ വിചാരിക്കും ഞാൻ എപ്പോഴും പടച്ചവനെ സൂചിപ്പിച്ചത്. പക്ഷെ സ്റ്റേജിലൂടെ കേൾക്കുമ്പോൾ ഞാൻ സാറ് ഭയങ്കര കൗതുകമുള്ള വാക്കാണ്. പിന്നെ അയാൾ പിന്നെ അനങ്ങൂല. ഇതൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണ്. നീതുമേ വിചാരിച്ചു ഈ ഫ്ലോറിൽ ഇപ്പൊ ഞാൻ കുറച്ച് കാലങ്ങൾക്ക് മുന്നേ വരേണ്ടതായിരുന്നു. ഇതിന്റെ പുറകിൽ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ട് നീതുമേ. അപ്പോ നജിലമ്മ സൂചിപ്പിച്ച പോലെ, നജിലമ്മയുടെ ചെയർമാൻ സ്പീച്ചിന്റെ സൂചിപ്പിച്ച പോലെ ആ ഒരു കാര്യം കടമെടുത്തുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അതൊക്കെ ഭയങ്കര അലങ്കാരികമായിട്ട് കൗതുകമുള്ളതാട്ടെ. നജില മാഡത്തിന് 2 വാക്ക് കടമെടുക്കുകയാണ് ഞാൻ. കടമെടുക്കുന്ന പറഞ്ഞാൽ എപ്പോഴും ഞാൻ കടം കൊടുത്ത് അതുണ്ടായതിൻ്റെ ഇടയിൽ ആളുകളെ കംപ്ലീറ്റ് നമുക്ക് വണ്ടറടിപ്പിക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒക്കെ കണക്ഷൻ ചെയ്ത് പോകണം. അതല്ലാതെ ഇപ്പോൾ ഒറ്റയടിക്ക് വന്നിട്ട് നജിയമ സംസാരിക്കുകയാണ്, എന്നിൽ അർപ്പിതമായ കർത്തവ്യം എന്നുള്ളത് വെൽക്കം സ്പീച്ച് പറയാം, അങ്ങനത്തെ ഒന്നും വാക്ക് ഉപയോഗിക്കരുത്. ഈ ഒരു കർത്തവ്യത്തിന് വേണ്ടിയിട്ടാണ് ചെയർമാൻ ക്ഷണിച്ചിട്ടുള്ളത്. പലരും പറയുന്നതാണ്, വാക്കുകൾ കിട്ടാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ് നമുക്കറിയാം. പക്ഷെ അത് ഒഴിവാക്കണം. എന്നിൽ അർപ്പിതമായ കർത്തവ്യം എന്നുള്ളത് കർത്തവ്യം ഇനി പറയുമ്പോൾ അപ്പോൾ ആളുകൾ വയ്ക്കും ഇതുവരെ പറഞ്ഞിട്ടില്ലേ. ഇപ്പോൾ ഓട്ടോ താങ്ക്സ് ഒക്കെ വന്ന പ്രത്യേകിച്ച് പറഞ്ഞ വാചകമാണ്, ഇനി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഓഡിയൻസ് ചിലപ്പോൾ നിയാസ് സാറ് വിളിച്ചു പറയും ഇതുവരെ കടന്നിട്ടില്ലേ എന്നുള്ളത്. കാരണം ഈ കർത്തവ്യം പറയാനാണോ വിളിച്ചിട്ടുള്ളത്, പിന്നെ അവിടെ ഒരു കണക്ഷൻ വേണ്ട, അതൊരു അരോചകമായിരിക്കും. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ഈ ഒരു സംഗതി വരുന്നത് അവസാനത്തേക്കാണ്. എന്നെ ഇവിടെ ക്ഷണിച്ചത് നിങ്ങളെല്ലാവരും നന്ദി പറയുക എന്നുള്ളതാണ്. ഞാൻ ഇനി എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കട്ടെ, അന്ന് വേണ്ട, അതൊക്കെ ഭയങ്കര ബോറാണ്. നമ്മൾ നേരെ പ്രത്യേകിച്ച് നന്ദി പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഷൈനി മാഡത്തിന് സ്കൂളിൽ നന്ദി പറയണം. അപ്പൊ ഷൈനിമ എന്ത് പറയും? ഇവിടെ ചെയർമാനോ നന്ദിയൊക്കെ പറഞ്ഞ് എന്നിട്ട് നമുക്ക് അവിടുത്തെ ചീഫ് ഗസ്റ്റിനും ആ ഓർഡറിനെ പിന്നീട് പറഞ്ഞുതരാം. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ സ്വന്തം പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും എൻ്റെ കുടുംബക്കാരുടെ പേരിലും നാട്ടുകാരുടെ പേരിലും ഒന്നും പറയണ്ട. ഞാൻ എൻ്റെ സ്വന്തം പേരിൽ സ്വന്തം വീട്ടിൽ പോയി പറഞ്ഞാൽ മതി. ഇത് സ്കൂളിൻ്റെ പരിപാടിയാണ്, ഈ പൊതുപരി. അപ്പോൾ ഞാൻ ഈ സ്കൂളിന് വേണ്ടിയിട്ട് നന്ദി പറയാം. ഞാൻ ആ ഡെസിഗ്നേഷൻ ആ പോസ്റ്റിൽ ഇരുന്ന് എന്താണോ അതിനുവേണ്ടി നന്ദി പറയാം. രാധാകൃഷ്ണൻ സാർ ഇനി അടുത്ത നെക്സ്റ്റ് വീക്ക് സൺഡേ പാതാക്കരയിലെ കരിയർ ഗൈഡൻസിന് വേണ്ടിയിട്ട് നമ്മളെ 2 ഗസ്റ്റുകൾ ക്ഷണിച്ചിട്ടുണ്ട്. അവർക്ക് പറയും, അവരാരാണോ പറയുന്നത്. അപ്പോൾ ഞാനിവിടെ ഞാൻ നന്ദി രേഖപ്പെടുത്തണ്ട. ഞാൻ നന്ദി രേഖപ്പെടുത്തുന്ന എവിടെയാണ്? നമ്മുടെ വീട്ടിലാണ്. ഞാൻ ഈ ഓർഗനൈസേഷന് വേണ്ടിയിട്ട്. അപ്പൊ അപ്പൊ നമ്മളാരാ? നമ്മൾ ഇൻഡിവിജ്വൽ അല്ല നജിയമേ, നമ്മളാരാണ്? നമ്മൾ ഈ ഒരു ഓർഗനൈസേഷന്റെ പാർട്ടാണ്.
അപ്പൊ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, വോട്ട് ഓഫ് താങ്ക്സ് പറഞ്ഞാൽ ഏറ്റവും ഭംഗിയുണ്ടായിരിക്കും. പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കുക, ഞാൻ ക്യാമറയിൽ ഇരിക്കുന്നവരായിട്ട് പേര് വിളിക്കുന്നത്, ബാക്കി പുറകില് തിരക്കിലായിരിക്കുന്നു കരുതിയിട്ട് മാത്രമാണേ. പ്രത്യേകിച്ച് ഒരു കാര്യം പറയാം, പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം, വോട്ട് ഓഫ് താങ്ക്സ് കിട്ടിക്കഴിഞ്ഞാൽ ശ്രീജ മാം അവരെന്ത് ചെയ്യും, അതോടൊപ്പം തന്നെ ഞാൻ ഈ യോഗം പിരിച്ചുവിട്ടതായി അറിയിക്കുന്നു. ഒരിക്കലും ചെയ്യരുത് കേട്ടാ. വോട്ട് ഓഫ് താങ്ക്സിന് വിളിച്ചാൽ നിങ്ങൾ നന്ദി മാത്രം പറയാ, തിരിച്ചു കൊടുക്കുക. ചിലർക്ക് കാണാം ഞാൻ ഈ യോഗം പിരിച്ചു വിട്ടിരിക്കുന്നു. ഈ യോഗത്തിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ അധ്യക്ഷനെ നിയന്ത്രിക്കുക. കാരണം അവർക്ക് ചില പ്ലാനിങ് ഉണ്ടാവും. നമ്മളെ അവസാന നിമിഷം അവസാനത്തെ 10 മിനിറ്റിൽ കയറി വന്നു വലിഞ്ഞു കയറി വന്നു തന്നെ പറയാം. അവസാനം നമ്മൾ യോഗം പിരിച്ചു വിടും. അപ്പോൾ ആളുകൾ എണീറ്റ് പോവും. ഈ ഇവരുടെ ഓർഗനൈസേഷൻ ടീമിന്റെ മനസ്സിൽ എന്തൊക്കെയുള്ളത് നമുക്ക് അറിയില്ല. അപ്പൊ നന്ദി പറഞ്ഞ് നമ്മൾ വീണ്ടും ഹാൻഡ് ഓവർ ചെയ്യുക. ചെയർമാൻ കംപ്ലീറ്റ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യും. നമ്മൾ നന്ദി പറയാൻ വന്ന ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ചിലപ്പോൾ അറിയാതൊക്കെ യോഗം പിരിച്ചുവിടും. അപ്പൊ അതിന് നിൽക്കണ്ട. ഓക്കെ, അപ്പോ ജസ്റ്റ് സ്ട്രക്ചർ പറഞ്ഞേ. ഈ 4 കാര്യങ്ങൾ വെച്ച് നന്ദി പറഞ്ഞതിന് ശേഷം തിരിച്ച് ചെയർമാന് തന്നെ കൊടുക്കുക. യെസ്, എല്ലാം ചെയർമാനാണ്. നമ്മൾ എന്തിനാണോ വിളിച്ചത് അത് മാത്രം പറയാം. ഇപ്പൊ നിയാസ് സാറ് നമ്മൾ ചിലപ്പം സ്കൂളിൽ ഒരു പരിപാടിക്ക്, സ്കൂളിൽ പുതുതായിട്ട് യൂത്ത് ഹോസ്റ്റലിൽ ആഘോഷം, യൂത്ത് ഹോസ്റ്റലിലാണ് നിങ്ങളെ അജണ്ട. അതിൽ സ്റ്റാഫ് മീറ്റിംഗ് കൂടി കഴിഞ്ഞാൽ അവിടെ ആശംസ പറയണം. ആശംസ പറയാൻ വിളിച്ചു കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ആശംസ മാത്രമേ പറയാൻ പാടൂ. കിട്ടിയ ചാൻസിൽ, എനിക്ക് മൈക്ക് കിട്ടി, കുറെ ഓഡിയൻസ് കിട്ടിയ ചാൻസിൽ അവനിട്ടൊരു കൊട്ട് കൊടുക്കുക. ആ മാഷ അന്നേ നോട്ട് വെച്ചാൽ കഴിഞ്ഞ പ്രോഗ്രാമിന് എന്നെ ഉൾപ്പെടുത്തില്ല, ഞാനൊരു കൊട്ട് കൊടുക്കും. ഒരിക്കലും ചെയ്യരുത്. നമ്മൾ വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ പിന്നീട് പറയാം. അതോടൊപ്പം തന്നെ ആശംസ പറയാൻ, അതിനോട് ആശംസിക്കാൻ മാത്രമേ പാടൂ. ഒരു 3 മിനിറ്റൊക്കെ മതി. ഞാനിപ്പോൾ കൂടുതൽ സംസാരിക്കുന്നത് വേണ്ട, കുറച്ച് വാക്കുകളിൽ, കാമ്പുള്ള വാക്കുകൾ സംസാരിച്ചാൽ മതി. അതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, റൈറ്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇപ്പൊ എല്ലാവരും മനസ്സിലും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഹലോ, ഹായ്, എല്ലാവരും കൈ കുത്തി കാണിച്ച് ഹായ്. ഹായ് ഹായ് ബോസ്. റെഡി അല്ലേ? യെസ്, ഓക്കെ ഓക്കെ, ഹായ് ഹായ്. യെസ്, പരമേശ്വർ സാർ, ഓക്കെ ഓക്കെ. ഞാൻ ഇപ്പൊ ഉപയോഗിച്ചൊരു ട്രിക്കാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പൊ നിലവിൽ വന്ന് നിങ്ങളൊരു ഫ്ലോയിൽ കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ വെച്ച് ബ്രേക്ക് ചെയ്ത് അടുത്തയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മറക്കണം. അതായത് ഇതിപ്പോ സുഖമായി നമുക്ക് പരിമിതികളുണ്ട്. അവിടെയാണ് ബ്രേക്ക് ചെയ്യണം. മനസ്സിലല്ലേ? എല്ലാവരും അവരവരുടെ പേരൊന്ന് എഴുതിയേ. അതൊന്നും വേണ്ട 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 വേണ്ട, പേനയും പെൻസിലൊന്നും വേണ്ട. ഇത് വെർച്വലാണ്. നിങ്ങൾ എഴുതുന്ന എനിക്ക് അറിയാൻ പറ്റില്ല. നിങ്ങളെ കൈ കൊണ്ട് നിങ്ങളെ ഓൺ എയറിൽ നിങ്ങളെ പേരൊന്ന് എഴുതിയേ. മലയാളത്തിൽ എഴുതിയേ. എൻ്റെ പേര് ഓൺ എയറിൽ എഴുതിയില്ലേ? ഓക്കെ ഓക്കെ, ഒക്കെ ഒന്ന് വായിച്ചേ, കംപ്ലീറ്റ് വായിച്ചേ. ഇനി നിങ്ങളെ പേര് തല കൊണ്ടൊന്ന് എഴുതിയേ. തല കൊണ്ട് എഴുതിയേ. വലിയ പേരൊക്കെ ആണെങ്കിൽ ആരെങ്കിലും ഇപ്പോ ഉസ്മാൻ സൈനുദ്ദീൻ എഴുതുമ്പോൾ ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാല്, ഞാന് മല്ലിക മാം പാലക്കാട് ട്രെയിനിങ്ങിന് പോയി. അപ്പോ ഇതുപോലെ ഒന്ന് പേര് എഴുതാൻ പറഞ്ഞു. അപ്പൊ ഒരുത്തനെ എഴുതിയിട്ട് ഇങ്ങനെ, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഇങ്ങനെ നിൽക്കുന്നത്, പിന്നെ നോക്കുന്നില്ല, ഇത് ഇങ്ങനെ ലെവൽ ആറ്റിറ്റ്യൂഡ്, ഇങ്ങനെ തല ഇങ്ങനെ. അപ്പൊ ഞാൻ ചോദിച്ചു, സാറെ പേരെന്താ ചോദിച്ചു. എൻ്റെ പേര് ഹൃഷികേഷ് എന്നായിരുന്നു എന്നാ. ഇട്ടപ്പോ കഴുത്തൊളുക്കിയതാണ്. അപ്പൊ വലിയ വലിയ പേരൊക്കെ ആണെങ്കിൽ വിനോദ് സാറെ ബാബു എന്ന് എഴുതിയാൽ മതി. ബാബു ബാബു, പെട്ടെന്ന് പരിപാടി കഴിയും. വലിയ വലിയ പേരുകൾ. ഈ ഒരു ട്രിക്ക് ഉപയോഗിക്കുന്നത് ഞാനിപ്പോൾ ഉപയോഗിച്ച ഇത് സാധാരണ ട്രെയിനേഴ്സ് ട്രെയിനിങ്ങിലാണ് കൊടുക്കുക. പക്ഷെ നിങ്ങളെല്ലാവരും മുഖത്തുള്ള നിഷ്കളങ്കത്വം, 21 പേരിൽ ഒരാൾ പോയി ഇറങ്ങാതിരുന്നുകൊണ്ടുള്ള ആ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് പറയുന്നത്, നമ്മൾ നിലവിൽ ഒരു ടോപ്പിക്കിനെ ഉപയോഗിച്ച് വന്നു. അത് ബ്രേക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ അവിടെ വായിക്കണം. അല്ല ഞാൻ നേരെ ഒറ്റയടിക്ക് പോകുമ്പോൾ എല്ലാം ആകെ അട്ടിമറിയും. ഇപ്പൊ ഇവിടെ ഞാൻ തലകൊണ്ട് എനിക്കൊരു ആവശ്യമില്ലാത്തതുകൊണ്ട് എഴുതിക്കാൻ. പക്ഷെ എന്ന് വെച്ചാൽ എത്ര നേരം ഞാൻ പറഞ്ഞ ആ 4 പോയിന്റ് നിങ്ങളെ മനസ്സിൽ കിടക്കും. നിങ്ങൾ അതുമ്പോൾ കടിച്ചു തോന്നും, അതുമ്പോൾ സ്റ്റിക്ക് ഓൺ ചെയ്യും. ഇനി അടുത്തേക്ക് വയ്ക്കുമ്പോൾ ഒക്കെ മറന്ന് വെക്കുക. അപ്പോൾ ഒരു സെഷനിന് പ്രത്യേകിച്ച് ടീച്ചേഴ്സിനൊക്കെ നീതുമായിട്ട് ശരിക്കും ഉപയോഗിക്കാൻ പറ്റും. ഒരു സെഷനെ കുറിച്ച് സബ്ജക്റ്റിനെ കുറിച്ച് പറഞ്ഞു വന്നു, അത് നമ്മൾ ബ്രേക്ക് ചെയ്ത് അടുത്തേക്ക് പോകുകയാണെങ്കിൽ അത് കട്ട് ഓഫ് ആക്കുക. മോഡേൺ ടീച്ചിങ് ടെക്നിക്കാണ്. അത് കട്ട് ഓഫ് ആക്കുക. ഒരു ആക്ടിവിറ്റി ചെയ്യുക, ഒരു കുഞ്ഞ് ആക്ടിവിറ്റി. ഞാൻ പറഞ്ഞ കാലുകൊണ്ട് എഴുതിക്കുക, പേന കാലുകൊണ്ട് എഴുതിക്കുക. എങ്ങനെയാണ് നിങ്ങളെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് എന്തും ചെയ്യാം. ചിലപ്പോൾ ഉദാഹരണം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇനിയിപ്പോൾ ഒരു ഗ്രൂപ്പ് ആകാൻ പോവാണേ. എത്ര ഉണ്ടാവും? നമ്മൾ 21 ആളുണ്ട്. ഓക്കെ, ഈ ഗ്രൂപ്പിലുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്ന കാര്യം, ഇന്ന് നമ്മൾ ഒരുവിധം എല്ലാവരും നമ്മൾ ഹാപ്പി മൂമെന്റ് കൈകാര്യം ചെയ്തിട്ടുണ്ടാവും. ആ ഹാപ്പി മൂമെന്റിനെ കുറിച്ചിട്ട്
ഇപ്പൊ ഇനി എല്ലാവർക്കും 3 മിനിറ്റ് കഴിഞ്ഞാൽ 60 മിനിറ്റ്, ഇനി 1 അവർ എടുക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുക, പെട്ടെന്ന് നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം, 5 മിനിറ്റ് എടുത്ത് അവസാനിപ്പിക്കാം. അപ്പൊ എല്ലാവരും ഗ്രൂപ്പായി മാറുന്നുണ്ട്. ഗ്രൂപ്പായി മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ, നിങ്ങൾക്ക് ഇന്ന് എന്താണോ ഹാപ്പി മൂമെന്റ് കിട്ടിയത്, ആ ഹാപ്പി മൂമെന്റിനെ കുറിച്ചിട്ട് ഒരു 3 മിനിറ്റ് സംസാരിക്കുമ്പോൾ ഗുഡ് പോസ്ചർ, അടിപൊളി പോസ്ചർ ആയിരിക്കണം. നമ്മൾ ബോഡി ലാംഗ്വേജ് എന്ന് കാണാൻ വരുമ്പോൾ, ഇന്ന് ഞാൻ പുട്ടുണ്ടാക്കിയ ഒരു കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നിങ്ങൾക്കെല്ലാവർക്കും അറിയാലോ, അരി നനച്ച് കുളിക്കാൻ പോകുന്ന അരിയെ എന്ത് വേണം വർണ്ണിക്കുക. ആ വർണ്ണിക്കുന്ന ആളുകൾ ഇങ്ങനെ കേട്ടിരിക്കണം, അത്ര തള്ളി മറയ്ക്കുക. പക്ഷെ എന്നാൽ ആളുകളിൽ ഇങ്ങനെ നിയാസാറെ കേട്ടിങ്ങനെ സ്റ്റക്കായിട്ടിരിക്കണം. അതോടൊപ്പം തന്നെ ആ ഒരു കാര്യത്തെക്കുറിച്ച് കുറച്ചൊരു ബി പ്രിപ്പയർ ആയിരിക്കണം, നമുക്കൊരു അവയർനെസ് വേണം. ക്ലിയർ ആണല്ലോ? സംസാരം, നമ്മളെ ഭാഷ, നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജിന്റെ എല്ലാ സംഗതികളും ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. ഓഡിയൻസിനെ നല്ല ക്ലാരിറ്റി കൊടുക്കാൻ സാധിക്കണം. ഞാൻ പറഞ്ഞ പോലെ ഞാനിപ്പോ ഇത്രയൊക്കെ ഉള്ളൂ അങ്ങനെ അവസാനിപ്പിക്കരുത്. ഇനിയിപ്പോ കൂടുതൽ പറയാനില്ല അങ്ങനെ അവസാനിപ്പിക്കരുത്. ഒരു പഞ്ചിലാണ് നിർത്തുക. ഓക്കെ, വിഷ്വലൈസ് ചെയ്യുക. സക്സസ് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് പറയാം. ഇത്ര 4 കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങളെ ഇന്നുണ്ടായ നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത ഹാപ്പി മൂമെന്റിനെ കുറിച്ചൊരു 3 മിനിറ്റ് സംസാരിക്കുമ്പോൾ ഞാനൊരു നമ്മളിപ്പോ എത്ര 20 മിനിറ്റ് അല്ലേ, 4 5 4 20 3 15 മിനിറ്റ്. ഒരു 4 മിനിറ്റ് പോരെ? അല്ല, 4 ഗ്രൂപ്പ് പോരെ? 4 ഗ്രൂപ്പ് ആണെങ്കിൽ ഒന്നിൽ 5 പേരുണ്ടാവും. ഓക്കെ, റൈറ്റ്. അപ്പൊ ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ അതുപോലെ സംസാരിക്കാം. ഓരോരുത്തരും എല്ലാവരും സംസാരിക്കണം. ഞാൻ എല്ലാ ഗ്രൂപ്പിലും വന്ന് നോക്കും, കൃത്യമായിട്ട് സംസാരിക്കണം. വളരെ വാചാലമായി സംസാരിച്ചോളാം. സാറേ 2 മിനിറ്റ് ഒരു പ്രിവിലേജ്, ഒരു 2 മിനിറ്റ് ആ. കൂടുതൽ ഇട്ടുള്ളൂ. കാരണം ഓപ്പൺ ആയി കയറി കഴിഞ്ഞാൽ തന്നെ ഇവർ ആരും ഒന്നും മിണ്ടൂല. അപ്പൊ 1 മിനിറ്റ് കൂടുതൽ ഇട്ടിട്ട് ആണോ? എന്നിട്ട് 3 മിനിറ്റ് അങ്ങനെ ഇതാക്കിയാൽ മതി. താങ്ക് യു സാർ. ഓക്കെ, റൈറ്റ്. ഓക്കെ, ഇവരല്ലേ ഇപ്പൊ സംസാരിക്കാതിരിക്കുന്നത്? ഇവരൊക്കെ ഇപ്പൊ പബ്ലിക് ഇരിക്കുന്ന നോക്കണം. അതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ കലബല എന്നായിരിക്കും. ഇവര് തിരിച്ചും വിളിച്ചാൽ വരില്ല, ഒക്കെ അവിടെ ഇരിക്കും. ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ ഒന്നും ചെയ്യണ്ട. നിങ്ങളുടെ മുന്നിൽ ഒരു ബട്ടൺ വരും. ഓക്കെ, ജോയിൻ. ആ ജോയിൻ നിങ്ങൾ ഓക്കെ കൊടുക്കുക, നേരെ കയറി നിങ്ങൾ ഗ്രൂപ്പിലെത്തും. ആ ഗ്രൂപ്പിൽ അർമാദിച്ചോളൂ. തിരിച്ചു വിളിക്കുമ്പോൾ നിങ്ങൾക്ക് 1 മിനിറ്റ് സമയം തരും. നമ്മൾ കട്ട് ഓഫ് ടൈം അവിടെ കാണിക്കും. അതിന് സെക്കൻഡ് 1/1 കുറഞ്ഞു വരും. അപ്പൊ നിങ്ങളുടെ സംസാരം ആരെങ്കിലും പെട്ടെന്ന് സംസാരിച്ച് അത് ക്രോഡീകരിക്കുക. ഞാൻ എല്ലാ ഗ്രൂപ്പിലും വന്ന് നോക്കും. ചർച്ച നടക്കട്ടെ, ഓരോരുത്തരും നടക്കുക. ഒരാൾ അതിൽ ലീഡർ ആയിരിക്കണം, അത് വേണം നിയന്ത്രിക്കണം. ഒരാൾ നിങ്ങൾ സ്വയം തീരുമാനിച്ചോ ആരാണ് ഗ്രൂപ്പ് ലീഡർ എന്നുള്ളത്. ഇപ്പൊ ഇവിടെ ചെയർമാൻ ചെയ്ത പോലെ ആരാണ് ഗ്രൂപ്പ് ലീഡർ, അവിടെ വെൽക്കം എന്ന് പറയണ്ട കേട്ടോ. നിങ്ങൾ ഇത് ചെയ്താൽ മതി. ഒരു ഗ്രൂപ്പ് ലീഡർ വേണം. എന്നിട്ട് ഇവിടെ ഓപ്പൺ ആയിട്ട് എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു തരണം എന്തൊക്കെ ഉണ്ടായെന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ജോയിൻ ചെയ്യാൻ പോകണേ. ഇതിൽ ഏറ്റവും ഗുണം എന്താ വെച്ചാൽ ഈ ഗ്രൂപ്പിൽ നമ്മളെല്ലാവരും ഭയങ്കര പരസ്പര ബന്ധമുള്ളവരാണ്. അപ്പൊ കാരണം നമുക്ക് പ്രത്യേകിച്ച് ഒരു അപരിചിത്വം ഫീൽ ചെയ്യില്ല, എല്ലാവരും നമ്മൾ അറിയാം. ഓക്കെ, ഒരു 4 ഗ്രൂപ്പ് ഇടുന്നുണ്ടേ. അപ്പൊ ഒന്നിൽ 5 ആളുണ്ടാവും. അസൈൻ ഓട്ടോമാറ്റിക്കലി ഞാൻ കൊടുക്കുന്നത്. ഓരോരുത്തർ എവിടേക്ക് എത്തുന്നത് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കിയൊന്നും പറയണ്ട, നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇടുന്നത്. ഓക്കെ, ക്രിയേറ്റ് ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട്. എല്ലാ ഗ്രൂപ്പും ഞാൻ തുറന്നിട്ടുണ്ട്. റൈറ്റ്, ജോയിൻ. ഗുഡ് ഈവനിങ് സർ. ശ്രീജ മാം, രശ്മി മാം, നമസ്കാരം സർ. വിനോദകുമാർ സർ. യെസ്, പറഞ്ഞോളൂ, ഓരോരുത്തരായിട്ട് ഇങ്ങനെ പറയാം. ഇതിൽ ആരൊക്കെ ഉള്ളത്? ഉണ്ട്, ശ്രീജ മാം ഉണ്ട്, ജസ്മി. ഞാൻ പറഞ്ഞില്ലേ എന്തായാലും 1 മിനിറ്റ് പോകുന്നു. നിങ്ങൾ സംസാരിക്കുന്നല്ലേ, എനിക്കറിയാം. വിനോദ് സാർ സംസാരിച്ചോളൂ എന്നാല് ഇന്നത്തെ ഇതിനെ കുറിച്ചിട്ട്. ഓക്കെ, ഞാൻ സംസാരിക്കാം. യെസ്, കേൾക്കാലോ? ഒരു 3 മിനിറ്റ് 2.5-3 മിനിറ്റിന്റെ ഉള്ളിൽ തീർന്ന പോലെ. കേൾക്കാലോ? കേൾക്കാം. യെസ്. ഞാനിത് കുറച്ച് പുതിയ ആളായതുകൊണ്ട് എല്ലാവർക്കും അടുത്ത് പരിചയം ഉണ്ടാവില്ല. സാറില്ല, സാറ് പറഞ്ഞോളൂ.
ഇന്ന് എനിക്ക് രാവിലെ മുതൽ 2 കാര്യങ്ങൾ ഇന്ന് എനിക്ക് ചെയ്യാൻ പറ്റി. അതിന്റെ സന്തോഷത്തിലാണ്. ഒന്ന്, ഞാൻ ഡിപ്പാർട്ട്മെന്റ് ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ് എടുത്തിരുന്നു നേരത്തെ. അതിന്റെ ക്ലോസ് ചെയ്തിട്ട് ആ ഡോക്യുമെന്റ് റിലീസ് ചെയ്യാനുള്ള രജിസ്ട്രേഷൻ നടത്താൻ പറ്റും. അപ്പൊ അത് തിരിച്ച് എൻ്റെ പേരിൽ തന്നെ ഗവൺമെന്റിന് രജിസ്റ്റർ ചെയ്യാൻ ഇന്ന് പറ്റി. അതിന്റെ ഒരു ഹാപ്പിനെസ് ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ വണ്ടിക്ക് ഒരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. അതിന്റെ വൈപ്പർ കുറച്ച് ദിവസമായിട്ട് മഴയത്ത് കംപ്ലൈന്റ് ആയിട്ട് അതിന്റെ മോട്ടോർ കംപ്ലൈന്റ് ഒക്കെ ആയിരുന്നു. അത് ഇന്ന് ശരിയാക്കാൻ പറ്റും. അങ്ങനെ രാവിലെ മുതൽ ഒരു ഉച്ചവരെ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കാൻ, അത് ശരിയായിട്ട് നടത്താനും പറ്റി. കുറച്ച് ഒരാഴ്ചയായിട്ട് ഇതൊക്കെ ചെയ്യാൻ പെൻഡിങ് കിടന്നായിരുന്നു. അതൊക്കെ ചെയ്തു എന്നുള്ളൊരു വളരെയധികം സന്തോഷമുണ്ട്. പക്ഷെ ഞാൻ അതിൽ പോസ്റ്റ് ചെയ്യാൻ എനിക്ക് സമയം കിട്ടിയില്ല, പോസ്റ്റ് ചെയ്തിട്ടില്ല. ഇതാണ് ഇന്നത്തെ എൻ്റെ ഹാപ്പി മൊമെന്റ്സ്. ഓക്കെ. ഓക്കെ, അങ്ങനെയാണല്ലേ. അത് നമ്മളൊരു ചെറിയൊരു ടോപ്പിക് പോലെയാണ് സംസാരിക്കേണ്ടത്. എന്തായാലും കുഴപ്പമില്ല. അടുത്ത രശ്മി മാം. രശ്മി മാം, രശ്മി മാം, ഹലോ, കേൾക്കുന്നുണ്ടോ മാം? രാധാകൃഷ്ണ ഏട്ടാ, നിങ്ങളെന്നാ പറയൂ. നിങ്ങൾ ഇന്നത്തെ ഹാപ്പി ആ മൊമെന്റ് 2 മിനിറ്റ് 2.5 മിനിറ്റ് ഇന്നത്തെ ആയിട്ട്. സാറേ, ഇന്ന് ഹാപ്പി മൊമെന്റ് എനിക്ക് കുറെ കാലത്ത് കിട്ടിയ ഒരു ഹാപ്പി മൊമെന്റ് ആയിരുന്നു. അത് ഞാൻ പിന്നെ വൈകിട്ടാണ് പോസ്റ്റ് ചെയ്തത്. കാലത്ത് കോഫി ടോക്ക് എന്ന നമ്മുടെ സെക്ഷനിൽ കയറിയപ്പോ അവിടെ ഇന്നത്തെ സയ്യിദ് സാറിന്റെ ആ അദ്ദേഹം ഒരു കവിത എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാനതിങ്ങനെ ഇന്ന് മനസ്സിലിങ്ങനെ ആ കവിത ഇങ്ങനെ മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ അത് ഞാനിന്ന് ഒരു 4 വരി ആ കവിത ചൊല്ലിക്കൊണ്ടാണ് ഞാൻ ഇന്നത്തെ ഹാപ്പി മൊമെന്റിന്റെ ഒരു ഇത് ഇട്ടിരിക്കുന്നത്. അതാണ് ഇന്നത്തെ ഹാപ്പി മൊമെന്റ് ആയിട്ട് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇന്നിപ്പോ വേറെ ഒരു പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ ആദേശിച്ചു അത് തന്നെ ആക്കാം ഇന്നത്തെ ഹാപ്പി മൊമെന്റ്. കാരണം എനിക്ക് ആ കവിത ഇഷ്ടപ്പെട്ട ഒരു കവിത ആയതുകൊണ്ടും എനിക്കത് ആ കറക്റ്റ് ആ കാലത്ത് സമയത്ത് സാറിന്റെ ആ സെഷനിൽ അദ്ദേഹം ആ കൃത്യസമയത്ത് അതിൻ്റെ ഇടയ്ക്ക് ആ കവിത ചൊല്ലിയപ്പോ പെട്ടെന്ന് അതിനോടൊരു വലിയ ഇത് തോന്നി, അട്രാക്ഷൻ തോന്നി. അപ്പൊ അങ്ങനെയാണ് ഇന്നത്തെ ഹാപ്പി മൊമെന്റ് അതാക്കി മാറ്റിയത്. ഇതാണ് സാർ ഇന്നത്തെ എന്റെ ഹാപ്പി മൊമെന്റ് ആയിട്ട് ഞാൻ എത്തിക്കുന്നത്. ഓക്കെ ഓക്കെ, അതായത് സത്യത്തില് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ആ കവിതയെ കുറിച്ചിട്ട് 2 വരി പറയുക. എങ്ങനെ മനസ്സിലായില്ലേ? നമ്മൾ അതിനൊന്ന് വർണ്ണിച്ചിട്ട് നമ്മളൊരു ടോപ്പിക് കിട്ടിക്കഴിഞ്ഞാൽ പറയില്ലേ, ആ ഓക്കെ, എന്തായാലും ഇനി അടുത്തതിൽ നമുക്ക് ക്ലിയർ ആക്കാം. അതായത് കവിത നമ്മളൊരു അതില് പ്രധാനമായിട്ടും അമ്മയെ കുറിച്ച്, അതെ, കവിതയുടെ പിന്നെ പ്രധാന കണ്ടന്റ് എന്ന് പറഞ്ഞാൽ അമ്മയെ കുറിച്ചാണ്. പിന്നെ നമ്മളാരും വ്യത്യസ്തരല്ല, നമ്മളെല്ലാം ഒന്നാണ് എന്നുള്ള ഒരു ചേർത്ത് പിടിക്കലിന്റെ ഒരു ഭാഗം. പിന്നെ അമ്മയെ ഓർക്കുന്ന സന്ദർഭങ്ങളൊക്കെ ആ കവിതയിൽ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും പിന്നെ അതിനകത്ത് പറയുന്നുണ്ട് അമ്മയും നന്മയും ഒന്നാണ്. പിന്നെ അങ്ങനെയാണ് ഇതിന്റെ വരികൾ. ഇപ്പൊ എന്റെ അടുത്ത് പെട്ടെന്ന് എനിക്ക് വരികൾ ഓർമ്മ കിട്ടുന്നില്ല. പിന്നെ മനസ്സിലായി, ഞാൻ കേട്ടാണ് രാവിലെ. നമ്മളും നിങ്ങളും ഒന്നാണ്. അങ്ങനെയാണ് അതിന്റെ വരികൾ പോകുന്നത്. അപ്പൊ അത് ഒരു പ്രത്യേക ഒരു ഈണത്തിൽ ഇങ്ങനെ സാറ് കാലത്ത് അതിങ്ങനെ ചൊല്ലിയപ്പോഴേ അത് കവിത അദ്ദേഹം അത് മുല്ലനേഴി അത് കവിതയായിട്ട് എഴുതിയതാണ്. പിന്നീട് അത് സിനിമയിലൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ സിനിമ പാട്ടായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഏതാണ് ഒരു സിനിമയില് വന്നിട്ടുള്ളത്. അതിന്റെ കുറച്ച് മാറ്റം വരുത്തിക്കൊണ്ട്. ഓക്കെ, താങ്ക് യു സാർ. അതായത് രശ്മി മാം, ഡോക്ടർ രശ്മി മാം ഓഡിയബിൾ കേൾക്കുന്നുണ്ടോ? ജസ്മി കേൾക്കുന്നുണ്ടോ? എനിക്കിപ്പോ എന്തായാലും ഹാപ്പി മൂമെന്റ് പറഞ്ഞിട്ടില്ല, പനിയാണ്. അല്ല, രശ്മി മാം പറയൂ. അതായത് എന്നാ ഞാൻ പറഞ്ഞുതരാം. ഞാനിന്ന് പൊറാട്ടിനെ കുറിച്ചിട്ടുള്ള ഒരു ഹാപ്പി മൂമെന്റ് ആണ് ഇട്ടിട്ടുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളൊരു ജോബിലേക്ക് ഇറങ്ങുമ്പോൾ ആ ജോബ് എന്താണോ, അതായത് നമ്മളൊരു ഹോസ്പിറ്റല്, ഇപ്പൊ മാഡം ഹോസ്പിറ്റലാണ്, അല്ലെങ്കിൽ ഞാനിപ്പോ റെസ്റ്റോറന്റ് ആണ്. റെസ്റ്റോറന്റിലേക്ക് പോകുമ്പോൾ
നമ്മൾ ഏറ്റവും കൂടുതൽ അതിനെക്കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള ഒരു നമുക്ക് ധാരണ ഉണ്ടായിരിക്കണം, ഒരു അറിവുണ്ടായിരിക്കണം. ഞാനിന്ന് പൊറാട്ടിന്റെ ഹാപ്പി മൊമെന്റ്സ് ഇടുമ്പോ ഞാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ, ഒരിക്കലും ഞാൻ കണ്ട ഒരു സ്വപ്നം ഉണ്ടായിരുന്നു, ഈ സംഭവം എന്നിലേക്ക് വരണം, എനിക്കിത് പഠിക്കണം. ഞാൻ വീശുന്തോറും അത് കീറിയും കൊണ്ടിരിക്കുന്നു. ഒരിക്കലും കട്ടിയുള്ളൊരു സാധനമല്ലല്ലോ, നൈസായി നൈസായി ഇങ്ങനെ വരില്ലേ. അപ്പൊ വീശും തോറും പൊട്ടും, പൊട്ടും തോറും ഞാൻ വീശും. അങ്ങനെ വീശി വീശിയിട്ട് ലാസ്റ്റ് എന്തായി, ഞാൻ അത്യാവശ്യം നല്ലൊരു പൊറാട്ട മേക്കറായിട്ട് മാറി. അതെന്റെ ഭാവിയിലേക്ക് അതെനിക്ക് വലിയൊരു മുതൽക്കൂട്ടാവുകയും ചെയ്തു. അപ്പൊ ജീവിതത്തിൽ നമ്മൾ ഏതൊരു ലക്ഷ്യം നേടിയെടുക്കുകയാണെന്നുണ്ടെങ്കിലും ശരി, ഏത് ഫീൽഡിലാണോ നമ്മൾ ഇരിക്കുന്നത്, ആ ഫീൽഡിനെ കുറിച്ചിട്ട് നമുക്ക് വ്യക്തമായ ഒരു അറിവുണ്ടായിരിക്കണം. അതായത് ഇപ്പൊ മാഡം ഒരു ഡോക്ടർ ആണെന്നുണ്ടെങ്കിൽ, ഒരു ഡോക്ടർ മാത്രമല്ല, ആ ഹോസ്പിറ്റലിൽ ഒരു ക്ലീൻ ചെയ്യുന്ന ഒരു വ്യക്തിനെ കുറിച്ചിട്ട് നമുക്ക് അത്രത്തോളം നമ്മൾ അവരെ കുറിച്ചിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതേപോലെ തന്നെയാണ് എന്റെ റെസ്റ്റോറന്റിൽ ഞാൻ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പൊറാട്ട മേക്കർ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് 3 ഷോപ്പുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും ഞാൻ അത്യാവശ്യം ജോലി എല്ലാം പഠിച്ചിട്ടാണ് ആ ഫീൽഡിലേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ അത് കാരണം എന്താ വെച്ചാൽ, എനിക്ക് ഏതൊരു ഭാഗത്തേക്കും ഇറങ്ങിച്ചെല്ലാനും ആ ഭാഗം ആളില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ആക്കാനും പറ്റും. അപ്പൊ നമ്മളൊക്കെ ലക്ഷ്യം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളൊരു ലക്ഷ്യത്തിലേക്ക് ഇറങ്ങുക. ആ ഇറങ്ങുമ്പോ നമ്മളിപ്പോ ഞാനിപ്പോ ഒരു ഷോപ്പ് ഓപ്പൺ ആക്കുകയാണ്, എനിക്കറിയണത് ഷെഫാണെന്നുണ്ടെങ്കിൽ, അപ്പൊ മറ്റേത് എനിക്ക് പഠിക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ള ചിന്തയൊന്നും പാടില്ല, അതെനിക്ക് പഠിച്ചെടുക്കണം എന്നുള്ളൊരു ചിന്ത ഉണ്ടാകുക. അപ്പൊ ജീവിതത്തിൽ ഏതൊരു സംഭവം നമ്മളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും അതെന്റെ സ്വന്തമാണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മളതിനെ സ്വീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും സക്സസിലേക്ക് എത്താൻ കഴിയും. ദാറ്റ്സ് ഓൾ. നിങ്ങൾക്ക് അടുത്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാം. അത്രേ ഉള്ളൂ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്. വളരെ നന്നായിട്ട് പറഞ്ഞു കേട്ടോ. നമുക്കതിന്റെ പോയിന്റിലേക്ക് എത്താൻ പറ്റിയില്ല, നിങ്ങൾ നന്നായിട്ട് പറഞ്ഞു. അതായത് ഇത്രേ ഉള്ളൂ. ഇത് ഞാനിപ്പോ പറഞ്ഞെന്ന് വെച്ചാല്, ഒരു ലക്ഷ്യം അതിലുണ്ടാകും, ഒരു പോസിറ്റീവ്. മാഡം പറഞ്ഞോളൂ. ഇന്നത്തെ ഒരു പോസിറ്റീവ് എനർജി ഇട്ടിട്ട് അത് ഒന്ന് സംസാരിച്ചാൽ മതി, തുടക്കട്ടാ അങ്ങനെ മതി. പറയാനാണെങ്കിൽ ഇപ്പൊ നമുക്ക്, എന്നെ സംബന്ധിച്ചോളം എനിക്ക് വരുന്ന പേഷ്യൻസിനെ കുറിച്ചാണല്ലോ എനിക്ക് പറയാനുള്ളത്. അല്ല, അപ്പൊ അതല്ല, ഞാൻ അങ്ങനെയല്ല. ട്രീറ്റ് ചെയ്യുന്നത് ഇന്നത്തെ ടോപ്പിക് എന്തായിരുന്നു മാഡത്തിന്? ഇന്നിപ്പോ എന്താന്ന് വെച്ചാ, ഉച്ചവരെ ക്ലിനിക്ക് ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം എന്റെ ഒരു ഫ്രണ്ട് വന്നു. ഇന്നത്തെ സന്തോഷം ഞാനും ഫ്രണ്ട് ഫ്രണ്ടും, വന്നാണോ? അതാണ്, ഫ്രണ്ടും കൂടിയിട്ട് ഭക്ഷണം കഴിക്കാൻ പോയി. അപ്പൊ ഞങ്ങളിങ്ങനെ ഓരോ, അല്ല, അടിപൊളിയായിട്ട് നമ്മൾ ഭക്ഷണം കുറച്ച് ഇമാജിനേഷൻ ചെയ്താൽ മതി. പറഞ്ഞോളൂ. നിങ്ങളത് ഒരു അതായത് ഞങ്ങൾ ഓഡിയൻസ് ആണ് നിങ്ങളെ മുന്നില്, മാഡത്തിന്റെ മുന്നിൽ ഓഡിയൻസ് ആണ്. മാഡം അതിനെ കുറിച്ചിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരാണ്. 3 കാര്യങ്ങൾ അതിനെ കുറിച്ചിട്ട് എടുത്ത് എനിക്ക് പറഞ്ഞോളൂ. അങ്ങനെ പറയാൻ അറിയില്ല. നമ്മളിങ്ങനെ വളരെ ഏറ്റവും കൂടുതൽ ഒരു സ്നേഹിക്കപ്പെടുന്നത് നമ്മളുടെ കൂട്ടുകാരാണ്. അവരെന്നെ വിളിക്കുമ്പോ ഞാൻ ഒരിക്കലും നോ പറയാറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തട്ടിവിടുക ആളുകൾക്ക് പ്രചോദനം. ദാറ്റ്സ് ഓൾ. പറഞ്ഞോളൂ. അങ്ങനെ പറയണ പോലെ സാഹിത്യാത്മകമായിട്ടൊന്നും പറയാൻ എനിക്കറിയില്ല. എന്നാലും അല്ല, എന്റെ വേണ്ട, ഒരു അറിയണത് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ മതി. പറഞ്ഞ, ഇതിപ്പോ നമ്മള് പഠിക്കാണ്. അപ്പൊ എനിക്ക് ഭക്ഷണം ഭയങ്കര, അതായത് നമ്മുടെ എറണാകുളത്ത് പല പല സ്ഥലത്തും പോയി വെറൈറ്റി ഓഫ് ഭക്ഷണം കഴിക്കാൻ വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഫ്രണ്ട് വന്നപ്പോ ഞാൻ പറഞ്ഞു, നമുക്ക് ഇന്ന് പുതിയൊരു സ്ഥലത്ത് പോയിട്ട് ഫുഡ് കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളൊരു പുതിയ ടൈപ്പ് ഫുഡൊക്കെ ട്രൈ ചെയ്തു. അതിലെ കുറിച്ച് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് കുറെ തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ച്, പിന്നെ അതാണ് ഉണ്ടായത് ആകെപ്പാടെ ഹാപ്പിയസ്റ്റ് ഫീൽ. എപ്പോഴും നമ്മളിങ്ങനെ, എനിക്ക് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ശ്രീജിത്ത് സാറ് പറഞ്ഞ ഈ ഒരു പോയിന്റ്, അതായത് നമ്മള് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങള് അല്ലെങ്കിൽ കുഞ്ഞു സന്തോഷങ്ങള് നമ്മളിവിടെ പറയുക, അല്ലെങ്കിൽ അതിൽ ആ കാര്യങ്ങള് നമ്മൾ മെൻഷൻ ചെയ്യുക എന്ന് പറയുമ്പോൾ, എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനിതിൽ ഈ ഗ്രൂപ്പിൽ തുടരാൻ തന്നെ കാരണം, നമ്മളെല്ലാവരും ഇപ്പൊ ഇവൻ ട്രെയിനേഴ്സ് ആണെങ്കിലും ഒരു ക്ലാസ് കേൾക്കുകയാണെങ്കിലും നമ്മുടെ സാർമാരാണെങ്കിലും ഡോക്ടേഴ്സ് ആണെങ്കിലും എല്ലാവരും പറയുന്ന വലിയ വലിയ ലക്ഷ്യങ്ങളെ കുറിച്ചിട്ടാണ് അല്ലെ. നിങ്ങൾ അങ്ങനെ വലിയ ഗോൾ സെറ്റ് ചെയ്യണതിനെ കുറിച്ചാണ് എല്ലാവരും പറയുന്നത്. അപ്പൊ ഈ വലിയ ഗോൾ സെറ്റ് ചെയ്യുന്നതിനിടയിൽ പലപ്പോഴും നമ്മൾ നമ്മുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ, അതായത് നമ്മുടെ മുറ്റത്തൊരു പൂ വിരിയണു, അല്ലെങ്കിൽ നമ്മുടെ പണ്ടത്തെ കുട്ടിക്കാലത്ത് നമ്മൾ ഒരു ആട്ടിൻകുട്ടീനെ കണ്ടു, അല്ലെങ്കിൽ ഒരു കുഞ്ഞു പൂച്ചക്കുഞ്ഞിനെ കണ്ടപ്പോ അതിനെ ഒന്നെടുത്ത് ഓമന, പണ്ട് അതൊക്കെ ചെയ്തിരുന്നു. പിന്നീടുള്ള കാലക്രമേണ നമ്മുടെ പല കാര്യങ്ങളും നമ്മൾ മറന്നുപോയി. നമ്മൾ ഈ വലിയ ഗോൾ ഫോക്കസ് ചെയ്യണതിൽ മാത്രം നിന്ന് ഭയങ്കര വലിയ ഡോക്ടറാവുക, അല്ലെങ്കിൽ ഭയങ്കര പേഷ്യൻസ് ഉണ്ട്. അപ്പൊ ഈ കുഞ്ഞു കുഞ്ഞു സന്തോഷം, ഇതൊക്കെ നമ്മുടെ കുട്ടിക്കാലത്ത് ഒരുപാട് നമ്മളെ മനസ്സിനെ സ്വാധീനിച്ചിരുന്ന സന്തോഷങ്ങളായിരുന്നു. ഇപ്പൊ ഒരു പൂവിനോടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. പൂക്കള്, ചിത്രശലഭങ്ങള്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു പാറി നടന്നിരുന്ന ഒരു കാലത്തിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുവന്ന പോലെ തോന്നി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഗ്രൂപ്പിൽ നിൽക്കാനും കാരണം എന്റെ ഒരു പ്രൊഫഷണൽ ലൈഫിൽ എനിക്ക് കുറെ കാര്യങ്ങൾ നഷ്ടപ്പെട്ടിരുന്നു. അതുപോലെ ഒരു ബുക്ക് വായിക്കുമ്പോൾ ഉണ്ടാവുന്ന വല്ലാത്തൊരു സുഖം, അതൊക്കെ ഞാൻ തിരിച്ചു കൊണ്ടുവന്ന് തുടങ്ങി. ഇതൊക്കെ എനിക്ക് എപ്പോഴും ഓരോ ദിവസവും മെൻഷൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഞാനത് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇതിങ്ങനെ കൊണ്ടുപോയിട്ട്, അല്ല, ഒരു മിനിറ്റ്,
ഒരു മിനിറ്റ് ഇതിങ്ങനെ കൊണ്ടുപോയിട്ട് നമ്മൾ എവിടെ തുടങ്ങിയത് അതിലേക്ക് നമ്മൾ എത്തിക്കുക. അതിലേക്ക് എങ്ങനെ എത്തിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല്, അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളിൽ പെട്ട ഇന്നത്തെ ഏറ്റവും വലിയൊരു സന്തോഷമായിരുന്നു എന്റെ കൂട്ടുകാരി എന്നെ കാണലും ആ ഭക്ഷണം കഴിക്കലും പഴയ കാലങ്ങളെ കുറിച്ച് അയവിറക്കലും. നമ്മളെല്ലാവരും നമ്മളുടെ സ്നേഹബന്ധത്തെ എന്തെങ്കിലും ഒരിക്കല് കണ്ടുമുട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ചേർത്ത് വെച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒന്നിച്ച് നമ്മൾ ഇതുപോലെ ഇരുന്നിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഒരു തള്ളിമറിക്കലാണ് മറിച്ചു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. ഇത് ഞാൻ വലിയ മോട്ടിവേഷണൽ സ്പീക്കർ അങ്ങനെയൊന്നുമല്ല. പക്ഷെ നമ്മൾ എവിടെയാണോ തുടങ്ങിയത് അതിലേക്ക് ആ സ്റ്റോറിനെ കൊണ്ടുവന്ന് എത്തിക്കുക. അതായത് അതെ, അതാണല്ലോ ഈ പറഞ്ഞ സംഭവം. പോലെ ആളുകൾ നമുക്ക് പണ്ട് കുട്ടിനാളില് അമ്മ തന്നിരുന്ന ഒരു ചോറിന്റെ ഒരു രുചി, അതിപ്പോ നമ്മൾ എത്ര വലുതായിട്ട് എന്തുണ്ടാക്കിയാലും അത് കിട്ടില്ല. പക്ഷെ ആ ഒരു ചോറിന്റെ രുചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചട്ടിയില് നമുക്ക് കുറച്ച് മീൻകറി അല്ലെങ്കിൽ ഒരു മീൻ ഫ്രൈ, ഒരു ചാള വറുത്തത്, അന്നൊക്കെ നമുക്ക് വളരെ സൈഡിൽ ഇങ്ങനെ അരവ് ഇത്തിരിയേ പറ്റി കിട്ടുള്ളൂ. പിടിച്ചത്. അത്രേ ഉള്ളൂ, ഒരെണ്ണമൊക്കെ കിട്ടുള്ളൂ. ആ ഒരെണ്ണത്തിനാണ് ഭയങ്കര രുചി. ഇന്നിപ്പോ നമ്മൾ വിചാരിച്ചാൽ നമ്മള് വീട്ടിൽ ഒരു 10 അല്ലെങ്കിൽ ഒരു കുന്നുണ്ടാക്കിയിട്ട് അതിൽ നിന്ന് ഒരു 10 കഴിക്കുമ്പോഴും ആ ഒരു ഇത് കഴിക്കണേന്റെ രുചി നമുക്ക് ഒരിക്കലും കിട്ടാറില്ല. അപ്പൊ ഇന്നിപ്പോ ഞങ്ങൾ എല്ലാരും കൂടെ ഞാനും ആ കുട്ടിയും കൂടെ പോയിട്ട് അത് ആസ്വദിച്ചു എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറിലാണ് പോയി കഴിച്ചത്. അതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയാനുള്ളത്. ഇതാ ചെയ്യാനുള്ള സമയം അടുത്താക്കി. അടുത്തടുത്ത് ഇതാണ് മേഡം ഇപ്പൊ പറഞ്ഞില്ലേ. ഇപ്പൊ നിങ്ങളത് അയച്ചാല് നിങ്ങളുടെ ചെറുപ്പത്തിൽ വന്ന ആ ബുദ്ധിമുട്ടതിൽ കയറി വന്നു. അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ കുഞ്ഞു കുഞ്ഞു സന്തോഷത്തെ കുറിച്ച് കയറി. ഇത് തന്നെയാണ് ടോപ്പിക്ക്. നിങ്ങൾ പറഞ്ഞില്ലേ സാഹിത്യം എന്ന് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാല് നമ്മള് കുറേ ഇനി 50 കവിത സെക്കൻഡേ വായിച്ചിട്ട് ഉള്ളൂ. പറയണമെന്നില്ല. എനിക്ക് നമ്മള് സത്യം പറഞ്ഞാൽ എനിക്ക് 50 ഇങ്ങനെ സെക്കൻഡേ എന്റെ ഉള്ളൂ. ഒരു പ്രൊഫഷണൽ വളരെ നല്ല യാന്ത്രികമായ അടിപൊളിയായിട്ട് ലൈഫിലേക്ക് ഇങ്ങനെയൊന്നും പറയാൻ കിട്ടാറില്ല. പക്ഷെ ഇപ്പൊ പറയാൻ പറഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞു തുടങ്ങിയതാണ്. അതന്നെയാണ് നല്ല അടിപൊളിയായിട്ട് അതുകൊണ്ട് സംസാരിച്ചു. പലപ്പോഴും നമ്മള് എന്തിനെങ്കിലും വിളിക്കുമ്പോഴും മിണ്ടാണ്ടിരിക്കുള്ളൂ, സൈലന്റ് ആയിട്ട് ഇരിക്കുള്ളൂ. കാരണം ഒന്നും പറയാൻ ഒരിക്കലും അറിയില്ല എന്ന് നമ്മൾ പറയരുത്. സാറേ ഇനി ആരെങ്കിലും പറയാനുണ്ടോ? ഇല്ല, കഴിഞ്ഞു. ജസ്മി സമയം മാം തീരാൻ കഴിഞ്ഞു. പോവാണേ. നമ്മളെ ടൈം കഴിഞ്ഞല്ലോ. വിനോദ് സാർ ഉണ്ടോ? വിനോദ് സാർ പറഞ്ഞോ? വിനോദ് സാർ പറഞ്ഞു. ഞാൻ മുഖം ശരിക്കും കണ്ടില്ല. സോറി കേട്ടോ പരമേശ്വര സാറേ. എനിക്ക് ഭയങ്കര സങ്കടമായി പോയി. എന്നാലും എന്നെ മറന്നല്ലോ എന്നുള്ളതാണ്. മ്യൂട്ടാണ്. നമ്മളെയൊക്കെ ഓർമ്മയുണ്ടായിരുന്നോ? ഞാനേ മുഖം ശരിക്കും കണ്ടില്ല, അതാണ് കാര്യം. വിഷമിക്കണ്ട സാറേ, അന്നുള്ള നോട്ടുകളൊക്കെ വാങ്ങാൻ വേണ്ടിയുള്ള ഓട്ടത്തിലേ സാറിന് ശ്രദ്ധിക്കാൻ വിട്ടുപോയതാ. അതെ തല്ലി പിടിച്ചു പറിച്ചു വാങ്ങിക്കുമായിരുന്നല്ലോ. എന്തൊക്കെ പറഞ്ഞാലും എന്നെ മറന്നു പറയുമ്പോ എനിക്ക് സങ്കടം വരുമല്ലോ. അല്ല ഇപ്പൊ ഓർമ്മ വന്നു പറഞ്ഞപ്പോ. ഇപ്പൊ മുഖത്തേക്ക് ശരിക്കും നോക്കിയത്. അല്ല ഇന്നിപ്പോ എനിക്ക് ഉറക്കം വരൂലല്ലോ. ഹസ്ബൻഡ് പറയുന്നുണ്ട് ഹാപ്പിയസ്റ്റ് മൊമെന്റ് പോയി. സാറേ ഇപ്പൊ രാത്രി ഇപ്പൊ നമ്മളവിടെ ഉണ്ടാവില്ലല്ലോ. അല്ലെങ്കിൽ നമ്മളെ ശ്രീ സാർ ഒരു മെഡിക്കൽ സംബന്ധമായിട്ടുള്ള ഒരു ആളാണ്. അപ്പൊ ഉറക്കത്തിനുള്ള ഗുളികയ്ക്ക് മൂപ്പര് റെഡി ആക്കി തരും. അല്ല അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ആ സംസാരം കഴിഞ്ഞോട്ടാന്ന് വിചാരിച്ചിട്ടാണ്. ഇത് സംസാരം ഇപ്പോഴൊന്നും അവസാനിച്ചിട്ടില്ലേ. ഇത് പണ്ട് ഇവിടുന്ന് 2 പേര് കാശിക്ക് പോയി. ശ്രീജാമേ ചെയർമാൻ ഉണ്ടല്ലോ അല്ലെ? 2 സ്ത്രീകള് കാശിക്ക്, ചെയർമാനൊക്കെ പുളിങ്കുരു പോലെ ഇരിക്കുന്നുണ്ട്. 2 ലേഡീസ് എന്ത് ചെയ്തു? കാശിക്ക് പോയി തിരിച്ചു വന്നവിടെ കാശിക്ക് പോയി എല്ലാ കാര്യം ചെയ്ത് തിരിച്ചു വന്നു. രണ്ട് വീട്ടിൽ പോകാൻ നേരത്ത് പറഞ്ഞു ബാക്കിയുള്ള കാര്യം നമുക്ക് വൈകിട്ട് കിണറിനടുത്ത് വെള്ളം കോരാൻ വരും, അപ്പൊ അവിടെ നിന്ന് പറയട്ടാ. അതേപോലെയാണ് ഇപ്പോഴും സംസാരം ഒന്നും അവസാനിച്ചില്ല. അതുകൊണ്ട് ഞാനത് തടസ്സപ്പെടുത്തേണ്ടതന്നെ ഇരുന്നു. ഓക്കെ റൈറ്റ്. സന്തോഷം. 21 ആളും തിരിച്ചെത്തിയിട്ടുണ്ടെന്നുള്ള. ഓരോരോ ഗ്രൂപ്പിൽ അവിടെ അങ്ങനെ തകർക്കായിരുന്നു. ചിലവര് ഈ സ്പീച്ചിന്റെ നമ്മൾ കണ്ടന്റ് കൊടുത്ത കഴിഞ്ഞ ശേഷം പിന്നെ കൊച്ചു വർത്തമാനത്തിലേക്ക് എത്തിയിരിക്കുകയായിരുന്നു അവിടെ എല്ലാവരും കഴിഞ്ഞിട്ട്. ഓക്കെ റൈറ്റ്. ഓക്കെ, ഓരോ ഗ്രൂപ്പിലെ ലീഡേഴ്സ് ആരൊക്കെയായിരുന്നു? നമ്പർ 2 ഉസ്മാൻ. നമ്പർ 2 ബിന്ദു മാം. നമ്പർ 1 ആരാ? ബിന്ദു മേഡാണോ? അതെ. ബിന്ദു മാം പറയൂ, എന്തൊക്കെയാ അവിടെ ഉണ്ടായത്? സർ, നമ്മുടെ ഗ്രൂപ്പില് 5 പേരുണ്ടായിരുന്നു. ഒന്ന് അമ്പിളി മാം, ഒന്ന് ഹഫ്സ മാം, പിന്നെ നിയാസ് സാറ്, അതുപോലെ തന്നെ ഷൈനി മാം, പിന്നെ ഞാനും. അങ്ങനെ ഞങ്ങൾ 5 പേരാണ് ഉണ്ടായിരുന്നത്. ആദ്യം തന്നെ സംസാരിച്ചത് നമ്മുടെ അമ്പിളി മാം ആയിരുന്നു. അമ്പിളി മാമിന്റെ ഇന്നത്തെ ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത് ചാമ്പയ്ക്ക കഴിക്കാൻ പറ്റിയെന്നുള്ളതും ചാമ്പയ്ക്കയെ കുറിച്ചാണ് മാം സംസാരിച്ചത്.
ചുവപ്പും വെള്ളയും നിറത്തിലുള്ള നല്ല ചാമ്പക്കയെക്കുറിച്ചും അതിന്റെ ഗുണങ്ങളെക്കുറിച്ചും ചെറുപ്പകാലത്ത് അത് പങ്കുവെച്ച് കഴിച്ചപ്പോഴുള്ള ആ ഓർമ്മകളും പ്രകൃതിയിലേക്ക് ചാമ്പക്കയെ അതിന്റെ ചുറ്റുമുള്ള പച്ചപ്പും അതിന്റെ മഞ്ഞുതുള്ളികളും എല്ലാം പ്രകൃതിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ നിമിഷങ്ങളുമെല്ലാം വളരെ മനോഹരമായി തന്നെ നമ്മുടെ അമ്പിളി മാം പ്രസന്റ് ചെയ്യുകയുണ്ടായി. പിന്നീട് സംസാരിച്ചത് ഹംസ മാം ആയിരുന്നു. ഹംസ മാം പറഞ്ഞത് അവരുടെ ഹസ്ബൻഡിന്റെ ജ്യേഷ്ഠന്റെ മകന്റെ ഹൗസ് വാമിങ്ങിന് പോയി കുടുംബത്തിൽ ഒരുപാട് ബന്ധുക്കളെ കുറെ ആയിട്ട് കാണാതിരുന്ന ബന്ധുക്കളെയൊക്കെ കാണാൻ പറ്റി. അതുപോലെ തന്നെ അവിടെ കുറെ കുട്ടികൾ ഉണ്ടായിരുന്നു. അവരോടൊക്കെ ഒപ്പം ചെലവഴിച്ച നിമിഷങ്ങളും ആ സമയത്തെ സന്തോഷവുമാണ് മാം സംസാരിച്ചത്. നിയാസ് സാറിന്റെ സന്തോഷം എന്ന് പറയുന്നത് ഇന്ന് ചക്ക കഴിക്കാൻ പറ്റിയതും ചക്കയുടെ വിഭവങ്ങളെ കുറിച്ചും പ്രകൃതിയിൽ ചക്കയുടെ നമുക്ക് നൽകുന്ന നല്ല കാര്യങ്ങളെ കുറിച്ചും ആ മരം എന്തിനേയും അതിജീവിച്ചു നിൽക്കുന്നതിനെ കുറിച്ചുമെല്ലാം നിയാസ് സാറും വളരെ ഭംഗിയായി തന്റേതായ രീതിയിൽ പ്രസന്റ് ചെയ്തു. ഷൈനി മാമിന് ഇന്ന് സ്കൂളിൽ ഒരു പോസ്റ്റർ മേക്കിങ്ങിൽ വളരെ ഭംഗിയായി അത് ചെയ്യാൻ പറ്റി എന്നുള്ളതായിരുന്നു ഷൈനി മാമിന്റെ സന്തോഷം. ആക്ച്വലി അത് ഓഫീസ് സ്റ്റാഫിന്റെ അടുത്ത് പ്രിൻസിപ്പൽ ചെയ്യാൻ പറഞ്ഞ കാര്യം അവർ ചെയ്യാൻ മടി കാണിച്ചപ്പോൾ സ്വന്തമായി അത് ഏറ്റെടുത്ത് തനിക്ക് എനിക്ക് കേൾക്കായാണോ അതോ